165 വർഷങ്ങൾക്ക് മുൻപ് വടക്കൻ ബ്രിട്ടീഷ് ഇന്ത്യ മംഗൾ പാണ്ഡെയുടെയും ഝാൻസി റാണി ലക്ഷ്മിബായിയുടെയും താന്തിയ തോപ്പയുടെയും നാനാ സാഹിബിൻ്റെയും ഒന്നാം സ്വാതന്ത്ര്യ സമര തീച്ചൂളയിൽ എരിയുമ്പോൾ ഇന്ന് തെക്ക് പാലക്കാടിനടുത്ത് മങ്കര എന്ന ഗ്രാമത്തിൽ ഒരു കുഞ്ഞു പിറന്നിരുന്നു. 77 വർഷത്തെ പകരം വയ്ക്കാനില്ലാത്ത സംഭവബഹുലവും ഇതിഹാസ തുല്യവുമായ ഒരു ജീവിതയാത്ര കഴിഞ്ഞ് അതേ മങ്കരയിൽ കാടും പടലവും പിടിച്ച ഒരു സ്മാരകശിലയിലെ ഓർമ്മ മാത്രമായി പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു കിടക്കുന്നു. രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് 13 വർഷം മുൻപായിരുന്നു അംഗീകാരങ്ങളുടെ കൊടുമുടിയിൽ നിന്നും ഇറങ്ങി വന്ന് അവഗണനയുടെയും നന്ദികേടിൻ്റെയും കാട് പിടിച്ച പറമ്പിൽ ആ ആത്മാവ് അനശ്വരതയിൽ വിലയിച്ചത്. സർ ചേറ്റൂർ ശങ്കരൻ നായർ 1857-1934 മഹനീയതയുടെ ഓർമ്മചിത്രം. പഴയ ബ്രിട്ടീഷ് മലബാറിൽ ചരിത്ര നദിയായ നിളയുടെ തീരത്താണ് മങ്കര. അന്ന് കൃഷിയായിരുന്നു ആ നാട്ടുകാരുടെ പ്രധാന തൊഴിൽ. ഇംഗ്ലീഷ് പട്ടാളം ടിപ്പു സുൽത്താനുമായി നടത്തിയ ഒരു കൊടും യുദ്ധത്തിന്റെ ഓർമ്മകൾ ആ മണ്ണിൽ ഉറങ്ങുന്നു. അക്കാലത്ത് ആ പ്രദേശത്ത് കുറെ പ്രബലമായ നായർ തറവാടുകളുണ്ടായിരുന്നു. ടിപ്പുവിന്റെ വിനാശകാരിയായ പടയോട്ട കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോഴും ധീരതയോടെ നിലകൊണ്ടവർ. സ്വന്തമായി കളരിയും പരദേവതയും വെച്ചാരാധനയുമുള്ള അങ്ങനെയൊരു തറവാട്ടിലാണ് ആ യുഗപുരുഷൻ പിറന്നത്. മങ്കര ചേറ്റൂർ തറവാട്ടിലെ പാർവതി അമ്മയുടെയും ഗുരുവായൂർ മമ്മായിൽ രാവുണ്ണിപ്പണിക്കരുടെയും മകനായി 1857 ജൂലൈ 11 ശനിയാഴ്ച ചതയം നക്ഷത്രത്തിൽ ചേറ്റൂർ ശങ്കരൻ നായർ ഭൂജാതനായി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മമ്മായിൽ രാവുണ്ണിപ്പണിക്കർ എന്ന് പറയും. അവർ ഗുരുവായൂർ ഉള്ളവരാണ്, സ്ഥാനികളായിരുന്നു. കൊടുങ്ങല്ലൂരിൽ മുതൽ ട്രേസ് ചെയ്യാം ആ ഫാമിലിയെ. അപ്പോൾ അന്നൊരു ഇഷ്യൂ, അന്നിപ്പോൾ ഈ ജ്യൂസിനെ അവർ ജൂയിഷ് പീപ്പിൾ അറൈവ്ഡ് ഫ്രം ദ ഹോളി ലാൻഡ്. ആ സമയത്ത് ഇവിടെ അവർ തമ്മിൽ, ഇവിടുത്തെ അന്നത്തെ താന്ത്രിക ആചാര്യന്മാർ അവർ തമ്മിലൊരു ഇതുണ്ടായി. അതിൽ ജ്യൂസിന് അവർ ജയിച്ചു. അതിനുശേഷം ആ ജൂയിഷ് ആൾക്കാർക്ക് കൊടുങ്ങല്ലൂർ ദാനം ചെയ്തിട്ട് രാജാവ് മാറുകയാണ് അന്നത്തെ കൊടുങ്ങല്ലൂരിലെ ഫാമിലി. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പടിഞ്ഞാറപ്പട്ട നായർ 10,000 സോൾജേഴ്സ് ഉള്ള ഒരു ചീഫ്റ്റനാണ്. അദ്ദേഹം കൂടെ പോയി അങ്ങനെയാണ് ഗുരുവായൂർ സെറ്റിൽ ചെയ്യുന്നത്. പിന്നെ അവിടെ കളരി തുടങ്ങിയോ, അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പം അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആ ട്രാൻസിഷൻ പീരിയഡിലാണ്, ഒരുപക്ഷെ യാദൃശ്ചികമാവാം, 1858 വിക്ടോറിയ മഹാറാണി വരുന്നതിന് അല്പ ദിവസം മുമ്പ് 1857 ശിപ്പായി ലഹളയുടെ സമയത്താണ് സ്വാതന്ത്ര്യ സമര പടയാളിയായ ശങ്കരൻ നായരുടെ ജനനവും. അപ്പം അന്ന് ഒരു റെഗുലർ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. കനോലി കനാലിൻ്റെയും നിലമ്പൂരിലെ തേക്കിൻ തോട്ടത്തിൻ്റെയും നിർമ്മാണത്തിലൂടെ ചരിത്രപ്രസിദ്ധനായ മലബാർ കലക്ടർ ലോർഡ് ഹെൻറി വാലന്റൈൻ കനോലിയുടെ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച മമ്മായിൽ രാവുണ്ണിപ്പണിക്കർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ തഹസിൽദാർ പദവിയിലെത്തിയിരുന്നു. ഈ വില്ലേജ് എൻ്റെ തലവനായിട്ടുള്ള ആളാണ് അധികാരി. അപ്പോൾ അധികാരിക്ക് ഇന്നത്തെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ പവർ, ചില ജുഡീഷ്യൽ പവർ, പോലീസ് പവർ, യാഥാസ്ഥ്യം, ഇങ്ങനെ പലതും ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കലക്ടറുടെ ഇടയ്ക്കുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അതൊരു പക്ഷേ വടക്കേ ഇന്ത്യ എന്നുള്ള തെഹസിൽ എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് വന്നതായിരിക്കും. അപ്പം അങ്ങനെ മലബാറിൽ 3-4 ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിലൊരാളായിരുന്നു മമ്മയിൽ രാവുണ്ണിപ്പണിക്കർ. അപ്പോൾ രാവുണ്ണിപ്പണിക്കർ ആ ഒരു ഫാമിലിയിൽ നിന്നുള്ള ആളാണ്. തഹസിൽദാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പുതിയതായിട്ട് ഇതുപോലെ വക്കീൽ പഠിച്ച് അങ്ങനെ ഇംഗ്ലീഷ് പഠിച്ച് അങ്ങനെ വന്ന ആളല്ല. ആ ഒരു ഫാമിലി തന്നെ കണ്ടിന്യൂ ചെയ്ത് പുതിയൊരു സിസ്റ്റം വന്ന സമയത്ത് ആ റവന്യൂ സെറ്റിൽമെൻറ്റ് നടന്നത് ഇവിടെ അന്ന് ദിവാനായിരുന്ന രാജാ കേശവ ട്രാവൻകൂർ ദിവാനാണ് മലബാറിൽ പോയി ഈ ടിപ്പുവിൻ്റെ ഇൻവേഷന് ശേഷം എല്ലാവർക്കും അഡ്ജുഡിക്കേറ്റ് ചെയ്ത് പഴയ ജന്മിമാർക്കും പഴയ ലാൻഡ് ഹോൾഡേഴ്സിനും ദേവസ്വത്തിനും ഒക്കെ ലാൻഡ് ഏതാണെന്ന് അസസ് ചെയ്ത് രണ്ടാമത് തിരിച്ച് കൊടുത്ത് അത് പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ആക്കി ഡ്രോ ഔട്ട് ചെയ്തത്. ആ സമയത്ത് ഈ പടിഞ്ഞാറപ്പാട്ട് നായർക്കാണ് അങ്ങനെ അവരുടെ സെയിം ഇക്വലൻ്റ് ഇതൊക്കെ കിട്ടി. അതിൽ നിന്ന് പിന്നെ തഹസിൽദാരായി. അപ്പോൾ ആ ഒരു ട്രഡീഷനിലുള്ള ആളാണ്. ആ സമയത്ത് രസമായ ഒരു കഥയുണ്ട്. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥനുണ്ടല്ലോ, ആഫീസൊന്നുമില്ല. ഈ ഉദ്യോഗസ്ഥൻ താമസിക്കുന്ന വീട്ടിൻ്റെ മുമ്പിൽ ഒരു സിംഹാസനം പോലെ ഒരു കസാല ഇടും. അപ്പം അതിൽ ഈ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ വരും, അവിടെ വെച്ചിട്ട് തർക്കങ്ങൾ തീർക്കുക, കൽപ്പനകൾ പാസ്സാക്കുക, ഇങ്ങനെ പല പണിയും ചെയ്യും.
അപ്പോൾ കുട്ടിക്കാലത്ത് ഈ രാവുണ്ണി പണിക്കർ ഒരു വലിയ ജ്യോതിഷിയായിരുന്നു. രാവുണ്ണി പണിക്കർ ഒരു ദിവസം ഈ ചെറിയ കുട്ടി കസാലയമ്മിലേക്ക് അഴിഞ്ഞു കയറുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ആ കസാലയമ്മിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ രാവുണ്ണി പണിക്കർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്, ഇവൻ ഇതിൻ്റെ നോക്കി എത്രയോ വലിയ കസാലയിൽ ഇരിക്കാൻ പോകുന്ന ആളാണ്. 6 വയസ്സുവരെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. 6ാമത്തെ വയസ്സിൽ അച്ഛനോടൊപ്പം പഴനിയിൽ പോയി അവിടെ പടി കയറി അവിടെ ചെല്ലുമ്പോഴാണ് അദ്ദേഹം ഈ ശരണം വിളിക്കും. അങ്ങനെയാണ് ആ സംസാരിക്കാൻ അതിനുള്ള ആ ഒരു വിഷമം മാറിക്കിട്ടിയത്. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്നതിൽ അവസാനം വരെയും ഒരു ചെറിയ വൈകല്യം ഉണ്ടായിരുന്നു. ആ വൈകല്യം എന്ന് പറയുന്ന ആർ എന്ന ഉച്ചരിക്കാൻ അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇംഗ്ലീഷുകാർ ഈ ആർ സ്ട്രെസ് ചെയ്ത് ഉച്ചരിക്കാറില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് സ്റ്റൈലിനെ കൂടുതൽ പുഷ്കരമാക്കിയെന്ന് MP ശ്രീകുമാരൻ നായരെ പോലെയുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സംസാരശേഷി കിട്ടിയതോടെ കൊച്ചു ശങ്കരൻ പാരമ്പര്യ സംസ്കൃത പഠനം ആരംഭിച്ചു. 4 വർഷം കൊണ്ട് സംസ്കൃതവും കളരിമുറകളും യോഗചര്യകളും അഭ്യസിച്ചു. 9ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ ഉദ്യോഗപരിധിയിലുള്ള പെരിന്തൽമണ്ണയ്ക്കടുത്ത് അങ്ങാടിപ്പുറത്ത് ഔപചാരികമായ സ്കൂൾ വിദ്യാഭ്യാസവും ആരംഭിച്ചു. 2 വർഷം അവിടെ പഠിച്ച ശേഷം കോഴിക്കോട്ടേക്കും അവിടെ നിന്നും കണ്ണൂർക്കും വീണ്ടും കോഴിക്കോട്ടേക്കും അച്ഛൻ്റെ സ്ഥലമാറ്റങ്ങൾക്കൊപ്പം ശങ്കരൻ സഞ്ചരിച്ചു. കോഴിക്കോട്ടെ പ്രോവിൻഷ്യൽ സ്കൂളിൽ ചേർന്ന അദ്ദേഹം അവിടുത്തെ പ്രിൻസിപ്പൽ കോളിൻ മാക് ഐസക്കിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായി. ഉയർന്ന മാർക്കോടെ FA പരീക്ഷ പാസ്സാവുകയും ചെയ്തു. ഈ പാലക്കാടൻ മലനിരകൾക്ക് അപ്പുറത്തൊരു ലോകമുണ്ട് എന്ന് പോലും അറിയാത്ത കാലത്ത്, അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് അന്ന് FA എന്നാണ് പറയുക, ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ ശേഷം മദിരാശിക്ക് പോകുന്നത്. അതൊരു വലിയ യാത്രയുടെ തുടക്കമായിരുന്നു. ഈ ഒരു വള്ളുവൻ നാടൻ ഗ്രാമത്തിൽ കൂടെ ഒരു അവധൂതനെ പോലെ കടന്നു വന്ന് ഡൽഹിയിലെ അധികാരസ്ഥിരതയുടെ കേന്ദ്രത്തിലേക്ക് എത്തിയ യാത്രയുടെ ആരംഭമായിരുന്നു. 1875 ശങ്കരൻ നായർ മദ്രാസിലെ പ്രസിദ്ധമായ പ്രസിഡൻസി കോളേജിൽ BA-ക്ക് ചേർന്നു. ഹിസ്റ്ററി പ്രൈസും ഇംഗ്ലീഷ് ഉപന്യാസത്തിൽ 1ാം സമ്മാനവും നേടിക്കൊണ്ടാണ് അദ്ദേഹം BA ഡിഗ്രി പൂർത്തിയാക്കിയത്. ഒരു ലേഖന മത്സരം നടത്തും. അങ്ങനെ ഒരു ലേഖന മത്സരം നടത്തുന്ന സമയത്ത് അന്ന് പ്രിൻസിപ്പൽ എനിക്ക് തോന്നുന്നു എഡ്വേർഡ് തോംസൺ ആണെന്ന് തോന്നുന്നു. അപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ ആ ലേഖന മത്സരത്തിൽ ഇദ്ദേഹം ശങ്കരൻ നായർ എഴുതി, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് മാന്യമായി പെരുമാറിയില്ലെങ്കിൽ ബോംബെ മറ്റൊരു ബോസ്റ്റണായി മാറും. അപ്പോൾ ഇത് ഒരു വിദ്യാർത്ഥി ഇന്ന് ആർക്കും എന്തോ എഴുതാം, അതല്ല അവസ്ഥ. ഒരു കൊളോണിയൽ കാലഘട്ടത്തിൽ വളരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും സാധാരണക്കാർക്ക് അപ്രാപ്യമായിരിക്കുന്ന സ്ഥലത്ത് അന്ന് ഇംഗ്ലീഷുകാരായ അധ്യാപകർ വാല്യൂ ചെയ്യുന്ന എന്ന പേപ്പറിൽ ഇത് ഈ സ്വന്തം അഭിപ്രായം എഴുതുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുണ്ടായിരുന്നില്ല. അദ്ദേഹം അത് എഴുതി. പക്ഷേ പ്രിൻസിപ്പൽ വിളിച്ച് അതുണ്ടല്ലോ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ആ ഒരു ഇതിനെ പ്രിൻസിപ്പൽ അഭിനന്ദിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കൊളോണിയൽ കാലഘട്ടത്തെക്കുറിച്ചും ബ്രിട്ടീഷുകാരെക്കുറിച്ചും കുറ്റം പറഞ്ഞാലും ഈ മിടുക്കിനെയും മികവിനെയും അംഗീകരിക്കാനുള്ള അവരുടെ ഒരു മനോഭാവത്തിൻ്റെ ഒരു തെളിവ് ശങ്കരൻ നായരുടെ ആ ഒരു നേരസ്ഥയുടെ തെളിവാണെങ്കിൽ, അതുപോലെ തന്നെ ഈ മിടുക്കിനെ അംഗീകരിക്കാനുള്ള ഇംഗ്ലീഷുകാരുടെ ആ രീതിയുടെ ഒരു തെളിവ് കൂടിയാണ് ഈ സംഭവം. തുടർന്ന് നിയമപഠനത്തിന് മദ്രാസ് ലോ കോളേജിൽ ശങ്കരൻ നായർ ചേർന്നു. 1ാം റാങ്കോടെയാണ് അദ്ദേഹം BL ബിരുദം നേടിയത്. അക്കാലത്ത് വക്കീലാകണമെങ്കിൽ 1 വർഷത്തെ പരിശീലനം നിർബന്ധമായിരുന്നു. ശങ്കരൻ നായർ മദ്രാസിലെ പ്രസിദ്ധ ബാരിസ്റ്ററായ സർ ഹൊറേഷ്യോ ഷെപ്പേർഡിൻ്റെ കീഴിൽ അപ്രൻറ്റീസായി ചേർന്നു. സർ ഹൊറേഷ്യോ ഷെപ്പേർഡ് പിൽക്കാലത്ത് മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റുമായിരുന്നു. 1 വർഷത്തെ പരിശീലനത്തിന് ശേഷം 1880 തൻ്റെ 23ാം വയസ്സിൽ ശങ്കരൻ നായർ മദ്രാസ് ഹൈക്കോടതിയിൽ സ്വതന്ത്ര അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. കോടതി മുറിയിലെ ശങ്കരൻ നായരുടെ പ്രകടനത്തെ ശ്രീ KP കേശവമേനോൻ അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ്: ശങ്കരൻ നായർ വാഗ്വാദത്തിന് പുറപ്പെടുന്നത് ഒരു പടനായകൻ യുദ്ധത്തിന് പുറപ്പെടുന്നത് പോലെയാണ്. തൻ്റെ വാദമുഖങ്ങൾ ഓരോന്നും വെവ്വേറെ അതാത് സ്ഥാനത്ത് സ്ഥാപിക്കും. വലിയ വാദമുഖങ്ങൾ ചെറിയ തൂണുകൾ പോലെ അവിടെ നാട്ടിക്കഴിഞ്ഞാൽ ചെറിയ വാദമുഖങ്ങൾ കൊണ്ട് അവയെല്ലാം ഘടിപ്പിക്കും. അത് കഴിയുമ്പോഴേക്കും എതിരാളിക്ക് ഇളകാൻ വയ്യാതാകും.
തന്നെ പോലുള്ള മറ്റൊരാളോട് കാര്യം തുറന്നു പറയുന്ന മാതിരിയായിരുന്നു കോടതിയോട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. വളരെ പെട്ടെന്ന് അവിടെ ഭാഷ്യം അയ്യങ്കാരെ പോലെ സ്ഥിരപ്രതിഷ്ഠ നേടിയ വലിയ ആളുകളൊക്കെ ശോഭിച്ചു നിൽക്കുന്ന സ്ഥലത്ത് ശങ്കരൻ നായർ വളരെ ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധേയനായ ഒരു ലോയറായി മാറും. ശങ്കരൻ നായർ മദ്രാസിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഈ മരുമക്കത്തായം ലോസിൻ്റെ ഈ ഡിസ്പ്യൂട്ട്സ് കോർട്ടിൽ കാര്യമായിട്ട് വന്ന് തുടങ്ങിയ സമയമാണ്. അപ്പോൾ ട്രഡീഷണലി അത് അന്നത്തെ അവിടുത്തെ ഈ ആ തറയിലോ ആ ദേശത്തോ ദേശ വഴിയോ നാട് വഴിയോ ആരെങ്കിലും സെറ്റിൽ ചെയ്യുന്ന മാറ്റർ ഈ കോർട്സിലേക്ക് പോയ സമയത്ത് ഈ കോർട്ട് ഫീ ഒക്കെ കൊടുക്കണം. അതൊരു പുതിയ സിസ്റ്റമാണ് അന്ന് കൊണ്ടുവന്നത്. ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് അതിൽ സക്സസ്ഫുൾ ആയ ഒരാളാണ്. പക്ഷേ എന്നാലും ഹീസ് നോട്ട് ഫ്രം ദാറ്റ് ഓൾഡ് ബാക്ക്ഗ്രൗണ്ട്, സോ ഹീ ന്യൂ ദ ഇൻട്രിക്കസീസ് ഓഫ് ദിസ്. He was not just simply trying to make money or get the case lagging for longer and longer so that he can get more fees as a lawyer. അത് ചെയ്യാതെ അതിൻ്റെ എന്താണ് അതിൻ്റെ നിയമം നോക്കി സെറ്റിൽ ചെയ്ത് കൊടുത്തിരുന്ന ആളാണ്. അപ്പോൾ ആ ഒരു സക്സസ്, ആ ഒരു പേര് കിട്ടി ഈ വെസ്റ്റ് കോസ്റ്റ് കേസസ്. അന്ന് മദ്രാസ് ആണല്ലോ മലബാർ. അപ്പോൾ അങ്ങനെ അതിൽ സക്സസ്ഫുൾ ആയിട്ടാണ് മദ്രാസിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു വിഷയം അവിടെ ഉദിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഈ അപ്പീൽ പോകുന്ന സമയത്ത് ഇവർ ബാരിസ്റ്റർ ബിരുദമുള്ളവർ മാത്രമേ അപ്പിയർ ചെയ്യാവൂ എന്നൊരു നിബന്ധന വന്നു. അപ്പോൾ ഉടനെ അതിൻ്റെ പേരിൽ BL പാസ്സായവരും ബാരിസ്റ്ററുള്ളവരും തമ്മിലൊക്കെ ഒരു വിഭാഗീയത വരും. അപ്പോൾ ശങ്കരൻ നായരുടെ ഒരു ഈ BLകാരുടെ കൂടെ നിൽക്കേണ്ട ആളാണ്. അപ്പോൾ ശങ്കരൻ നായർ പറയും, അത് നമ്മുടെ വിഷയമേ അല്ല, അത് തീരുമാനിക്കേണ്ടത് ആരാ, കക്ഷിയാണ് തീരുമാനിക്കേണ്ടത് എന്നാൽ വളരെ ഇൻഡിപെൻഡൻ്റ്. അപ്പോൾ ബാക്കി എല്ലാവരുടെ ഇടയിൽ ശങ്കരൻ നായർ ഒറ്റപ്പെടുക. ആ ഒറ്റപ്പെടുമ്പം പോലും തനിക്ക് നീതിപൂർവം എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ, അത് തൻ്റെ ഭാവിയൊക്കെ അപകടത്തിൽപ്പെടുത്താവുന്നതാണ്. അപ്പോഴും ഭവിഷ്യത്തുകളെക്കുറിച്ച് ആലോചിക്കാതെ തൻ്റെ ശരികളുടെ കൂടെ നിന്ന ആളാണ് ശങ്കരൻ നായർ. അന്ന് യൂഷ്വലി മദ്രാസിലെ ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്മെനാണ് എല്ലാവരും. അന്ന് ഈ ഈ പട്ടന്മാർ പോലും തമിഴ് ബ്രാഹ്മിൻസ് പോലും അവിടെ അത്രയും ഇതായി വന്നിട്ടില്ല. പിന്നെയാണ് ഈ പ്രദേശ ബ്രാഹ്മണർ ഈ മൈലാപ്പൂർ ഗ്രൂപ്പൊന്നും എന്നൊക്കെ പറഞ്ഞ ഓരോ സെറ്റ്സ് വന്നു തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ ചേംബേഴ്സ് എല്ലാം ഇംഗ്ലീഷുകാരുടെയാണ്, ഇംഗ്ലീഷ് ബാരിസ്റ്റേഴ്സാണ്. ഏർഡ്ലി നോൾട്ടൺ എന്നൊക്കെ പറഞ്ഞ് പിന്നെ വളരെ ഫേമസ് ആയ ഒരാളുണ്ട്. അങ്ങനെ ആംഗ്ലോ ഇന്ത്യൻസും ഒക്കെ ഉണ്ട് അതിനകത്ത്. അന്ന് ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറഞ്ഞിരുന്നത് ഇംഗ്ലീഷുകാരെ തന്നെയാണ്. ഇവിടെ എത്രയോ ജനറേഷനായിട്ട് ജീവിച്ചിരുന്ന ഇംഗ്ലീഷുകാരെയാണ് അന്ന് ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, യുറേഷ്യൻസ് അല്ല. അവിടെ തിയറിയൊക്കെ പോലെയുള്ളവർ ഈ ഇൻ്റർമിക്സ്ഡ് ആയിട്ടുള്ളവരുണ്ടല്ലോ, അവരെ അല്ല ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറഞ്ഞിരുന്നത്. അന്ന് എത്രയോ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാമിലീസ്. അപ്പോൾ അവർ ഈ നെപ്പോളിയോണിക് വാർസ് ടൈമിലും അതിന് മുമ്പ് ഈ ഫസ്റ്റ് മ്യൂട്ടിനി നടന്ന സമയത്തും ആ പീരിയഡിലൊക്കെ വളരെ ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ജനറൽസിൻ്റെ മക്കൾ അങ്ങനെയൊക്കെ വളരെ ഇൻഫ്ലുവൻഷ്യലാണ്. അങ്ങനെയുള്ളവർ ഇന്ത്യയെ സെറ്റിൽ ചെയ്ത് ദേ ഹാഡ് എ മച്ച് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ദാൻ ഇൻ ഇംഗ്ലണ്ട്. ഇവിടെ ഫ്യൂ റോളിങ് ഏക്കേഴ്സ് എന്ന് പറയുമെന്ന്. അവിടെ ലാൻഡ് ഓണേഴ്സിന് മാത്രം കിട്ടുന്ന പ്രിവിലേജ് ഇവർക്ക് ഈ ഒഫീഷ്യൽസിൻ്റെ മക്കൾക്കൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ദേ നെവർ ലെറ്റ് ആൻ ഔട്ട്സൈഡർ കം ഇൻ ടു ദ ഫോൾഡ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ശങ്കരൻ നായർ ക്രാക്സ് ഇറ്റ് വിത്ത് മദ്രാസ് ബാർ. only because of his experience with the political situation in Kerala. അപ്പോൾ ആ കേസസ് എല്ലാം പോകുന്നത് rather than consult an Englishman who will be confused about how this ഈ അലിയ സന്താന ലോസ് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അത് വളരെ ട്രൈബൽ ലോസ് ആണ്. ഈ മാട്രിലിനിയൽ ലോ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു സ്മൃതീസിൽ നിന്നുള്ള അല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആർഗ്യുമെൻറ്റ്സ് അന്ന് ഉണ്ടായിരുന്നു. അന്ന് തന്നെ ശങ്കരൻ നായർ പറയുന്നു ഇതിപ്പോൾ ഈ ദായക്രമം വളരെ മീൻസ് ഇറ്റ്സ് ത്രൂ മനുസ്മൃതിയിലെ അലിയ സന്താന സിസ്റ്റമാണ്, അതായത് നോൺ ഹിന്ദു സിസ്റ്റം അല്ല, അങ്ങനെ ഈ ട്രൈബൽ ലോ ഒന്നും അല്ല, ഇതെല്ലാം റെക്കോർഡഡ് ആണ്. അതുപോലെ തന്നെ സംബന്ധം അതൊരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു കേസാണ്. സംബന്ധം ലീഗൽ മാരേജ് ആണ്, മീൻസ് അത് ഇറ്റ്സ് മാരേജ് പ്രോപ്പർ ആണ്, അല്ലാതെ അത് ഇറ്റ്സ് നോട്ട് സം കൈൻഡ് ഓഫ് ലൂസ് കോൺക്യുമിനേജ് അങ്ങനെ സിസ്റ്റം ഒന്നും അല്ല. അങ്ങനെ ഉണ്ടായിരുന്നിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ സംബന്ധം എന്ന് പറഞ്ഞ് ഈ പുടവ് കൊടുത്ത് വിളക്ക് കത്തിച്ച് വെച്ച് അത് ഒരു ലീഗൽ മാരേജ് ആണ്. ഇവിടുത്തെ സെറമണി അങ്ങനെയാണ്. ഇവിടുത്തെ കൊച്ചിൻ ഫാമിലി മീൻസ് റോയൽറ്റി മുതൽ ഇവിടുത്തെ താഴത്തെ ഒരു പെസൻറ്റ് വരെ ആ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലീഗൽ വശം നന്നായിട്ട് അറിയാവുന്ന ഒരാൾ കാരണം അത് ശങ്കരൻ നായരായിരുന്നു. അങ്ങനെ ആണ് മദ്രാസ് ബാറിൽ കൂടുതലും കേസസ് ഇവിടെ നിന്നായിരുന്നു. ഇവിടുത്തെ കേസസ് അവിടെ ഫൈറ്റ് ചെയ്തിരുന്നത്. 1882 മലബാറിലെ ഭൂവുടമ സമ്പ്രദായത്തെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച സർ ടി മാധവറാവു അധ്യക്ഷനായ മലബാർ ലാൻഡ് ടെനുവർ കമ്മിറ്റിയിൽ ശങ്കരൻ നായരും അംഗമായിരുന്നു. മലബാർ ജില്ലാ കലക്ടറും സുപ്രസിദ്ധമായ മലബാർ മാനുവലിന്റെ കർത്താവുമായ വില്യം ലോഗനെയായിരുന്നു സ്പെഷ്യൽ കമ്മീഷണറായി ഈ കമ്മിറ്റിയെ സഹായിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ചുമതലപ്പെടുത്തിയത്. കുടിയായ്മയുടെ ആദ്യത്തെ കമ്മീഷൻ അതിൽ ശങ്കരൻ നായർ അംഗമാണ്. ശങ്കരൻ നായർ കുടിയാന്മാർക്ക് അനുകൂലമായിട്ടാണ്
തൻ്റെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ മലബാർ ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ, മലബാറിലെ ക്ഷേത്രങ്ങളുടെ ഭരണത്തെ സംബന്ധിച്ച് പഠിച്ചൊരു റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ശങ്കരൻ നായർ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, അല്ല ഒരു 10-25 വയസ്സുള്ളപ്പോഴാണ് അതിൻ്റെ ഈ ലോഗൻ കമ്മീഷനിൽ അംഗമായത് വളരെ ചെറിയ പ്രായത്തിൽ, 28 വയസ്സിന് താഴെ പ്രായമുള്ളപ്പോൾ. അതുപോലെ മലബാർ ടെമ്പിൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പഠനമാണ് ഇപ്പോഴും. മലബാർ ദേവസ്വത്തിലൊക്കെ ഒരു ശങ്കരൻ നായർ റിപ്പോർട്ടുണ്ട്, അത് ഈ നമ്മുടെ സർ ശങ്കരൻ നായർ റിപ്പോർട്ടാണ്. അക്കാലത്തെ ഇന്ത്യയിലെ നിയമമേഖലയിലെ അക്കാഡമിക് മികവിനും ശങ്കരൻ നായർ നിസ്തുലമായ സംഭാവനകൾ നൽകി. പ്രഗത്ഭനായ അഭിഭാഷകൻ സേലം രാമസ്വാമി മുതലിയാരുമായി ചേർന്ന് ശങ്കരൻ നായർ മദ്രാസ് ലോ ജേണൽ അഥവാ MLJ മാസികയ്ക്ക് തുടക്കം കുറിച്ചു. ഇന്നും പ്രചുരപ്രചാരത്തിലുള്ള ദി ഹിന്ദു ദിനപത്രം ആരംഭിക്കുന്നതിനും നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനും ശങ്കരൻ നായർ തൻ്റെ സുഹൃത്തുക്കളായ G. സുബ്രഹ്മണ്യ അയ്യരെയും S. കസ്തൂരിരംഗ അയ്യങ്കാരെയും സഹായിച്ചതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം പലവട്ടം അവരെ രണ്ടുപേരെയും രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നതിൽ നിന്നും രക്ഷിക്കുകയുമുണ്ടായി. 1889 അദ്ദേഹം മദ്രാസ് സർവകലാശാലയുടെ സെനറ്റ് അംഗമായി, വൈകാതെ സിൻഡിക്കേറ്റ് അംഗമായും നിയമിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കോടതി വിധികളിൽ അപ്പീൽ കേൾക്കുന്ന പ്രിവി കൗൺസിലിൻ്റെ ആസ്ഥാനം ലണ്ടനിലായിരുന്നു. അവിടെ അപ്പീൽ നൽകണമെങ്കിൽ ഇംഗ്ലണ്ടിലെ അഭിഭാഷകൻ തന്നെ വേണം. ആ അഭിഭാഷകനെ ഉപദേശിക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള വക്കീൽ അങ്ങോട്ട് പോകണം എന്നതായിരുന്നു അന്നത്തെ കീഴ്വഴക്കം. അങ്ങനെ ഒരു അപ്പീൽ കേസിൻ്റെ ആവശ്യത്തിനാണ് ശങ്കരൻ നായർ ആദ്യമായി ഇംഗ്ലണ്ടിലെത്തുന്നത് 1893. അവിടെ ഒരു ഹൈറ്റ്സ് പാർക്ക് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ആർക്കും എന്തും പ്രസംഗിക്കാം, രാജ്യദ്രോഹത്തിന് അറസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇദ്ദേഹം ആരോ ദാദാഭായ് നവറോജിയോ ആരോ പ്രസംഗിക്കുന്നു, ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ഒരു സമരമാണ് അവിടെ നടക്കുന്നത്. ഒരു പ്രകടനമായിട്ട് വന്നു അവിടെ സംസാരിക്കും. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ അത് അദ്ദേഹത്തിന് സ്വാധീനിച്ചു. നാട്ടിൽ തിരിച്ചെത്തിയ ശങ്കരൻ നായരിൽ സമരവീര്യം നിറഞ്ഞു തുളുമ്പി. മലബാറിലെ കള്ളുചെത്തുകാരുടെ കഷ്ടപ്പാടാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്നത്തെ മദ്രാസ് സർക്കാരിൻ്റെ വിദേശമദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ മൂലം ദാരിദ്ര്യത്തിലാണ്ട തൊട്ടുകൂടാത്തവരായ മലബാറിലെ കള്ളുചെത്ത് തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരിൽ 5000-ഓളം പേർ പങ്കെടുത്ത സമരം നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊതുപ്രവർത്തനം തുടങ്ങിയത്. ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനാ പ്രവർത്തനം തന്നെ അതായിരിക്കാം. 1894 അടുപ്പിച്ചായിരുന്നു ഐതിഹാസികമായ ആ സമരം നടന്നത്. ചേറ്റൂർ തറവാടിൻ്റെ പടിഞ്ഞാറേ പത്താരപ്പരുടെ തൊട്ടിട്ട് ഒരു 5-10 തുറന്ന ഏക്കറുകളുണ്ടായിരുന്നു. അതിലൊക്കെ രാവിലെ ആയാൽ ഈഴവ സമുദായത്തിൽപ്പെട്ടവർ ചെത്തുകാരി കയറി ചെത്തുന്നതും ഈ പനട മുകളിൽ മുഴുവൻ ചെത്തുകാരിയെ കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവരെ അങ്ങോട്ട് തീരെ കാണാതെ അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് സിലോണിൽ നിന്ന് ചാരായ ഇറക്കുമതി ചെയ്യാൻ നിശ്ചയിച്ചു. അപ്പോൾ അത് ഇതിലും ലാഭമായിരിക്കും. അപ്പോൾ ഈ ചെത്തുകാരെ എന്താ ഒന്നായി കാണാത്തതെന്ന് ആലോചിച്ചപ്പോൾ ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതായിട്ട് ശങ്കരൻ നായർക്ക് മനസ്സിലായി. അന്ന് യുവാവായ ശങ്കരൻ നായർ കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ സമരം ഓർഗനൈസ് ചെയ്തു. ഇന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചരിത്ര കൃതികളിലോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ പൊതുസമൂഹത്തിൽ എവിടെയെങ്കിലും ഇത് പറഞ്ഞു പോലും നമ്മൾ കേൾക്കാറില്ല. ഈ സമരം 5000-ഓളം പേര് പങ്കെടുത്ത സമരമാണ്. ആ സമരത്തെ സമുദായത്തിലെ പ്രമാണിമാരെ പ്രലോഭിപ്പിച്ചും സമരക്കാരായ സാധാരണക്കാരെ തല്ലി ഒതുക്കുകയും ബ്രിട്ടീഷുകാർ ആ സമരത്തെ ഇല്ലാതാക്കി. ഇത് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആലപ്പുഴയിലെ കയർ തൊഴിലാളി സമരമാണ് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സമരം എന്നാണ്. അതിനും ഇപ്പോൾ 80 കണക്കൂട്ടി അറിയാം. 1894 എവിടെ കിടക്കുന്നു, 1930 എവിടെ കിടക്കുന്നു. ഒരു 40-42 വർഷം മുമ്പാണ് ഈ സമരം നടന്നിരിക്കുന്നത്. അന്നത്തെ കാലത്ത് സമരം ചെയ്യാനോ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റോ അല്ലെങ്കിൽ നേതാക്കന്മാരോ ഇല്ലാത്ത കാലത്ത് ഒരു നിലയ്ക്ക് പറഞ്ഞാൽ നമുക്ക് കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയനിസ്റ്റ് എന്ന് ശങ്കരൻ നായരെ പറ്റി പറയാം. 1885 ജന്മം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 13ാമത്തെ സമ്മേളനമായിരുന്നു 1897 ഡിസംബർ 26, 27, 28 തീയതികളിൽ ബോംബെ പ്രസിഡൻസിയിലെ അമരാവതിയിൽ വെച്ച് നടന്നത്. അവിടെ വെച്ച് മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു. മഹാത്മാഗാന്ധി ആ സ്ഥാനത്തെത്തുന്നതിനും 27 വർഷം മുമ്പായിരുന്നു അത്. അന്ന് ശങ്കരൻ നായർക്ക് 40 വയസ്സ് തികയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആ സ്ഥാനം അലങ്കരിച്ച ഒരേയൊരു മലയാളി എന്ന ബഹുമതിയും അന്ന് അദ്ദേഹത്തിന് സ്വന്തമായി. അക്കാലം വരെ വടക്കേ ഇന്ത്യക്കാർ മാത്രം അടക്കിവാണ പദവിയിൽ സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം എത്തിയ മലയാളിയായ ആദ്യത്തെയും അവസാനത്തെയും പ്രസിഡന്റ് എന്ന് മാത്രമല്ല
ആ ദേശീയ സംഘടനയുടെ എക്കാലത്തെയും ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റും അദ്ദേഹമായിരുന്നു. 1887 മദ്രാസ് കോൺഗ്രസ് സമ്മേളനം. 10 വർഷം കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ വച്ച് നടക്കുന്ന അമരാവതി എന്ന് പറയുന്ന വച്ച് നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിന് തൊട്ടു മുമ്പായിട്ട് മദ്രാസ് പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ശങ്കരൻ നായർ തിരഞ്ഞെടുക്കപ്പെടും. 1897 അമരാവതിയിൽ കൂടുമ്പോൾ അഖിലേന്ത്യാ അധ്യക്ഷനായി ശങ്കരൻ നായർ തിരഞ്ഞെടുക്കപ്പെടുന്നു. അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. കാരണം ശങ്കരൻ നായരുടെ ആ കോൺഗ്രസ് അധ്യക്ഷ പ്രസംഗം വളരെ ശ്രദ്ധേയമാണ്. കാരണം അതിൽ സ്വാഭാവികമായി തുടക്കത്തിൽ അന്നൊരു റിച്വൽ പോലെയാണ്, രാജ്ഞിയെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടുത്തെ ദാരിദ്ര്യത്തിനും ക്ഷാമത്തിനും സാമ്പത്തികമായ ഇല്ലായ്മയ്ക്കും ഒക്കെ കാരണം ഈ കൊളോണിയൽ ഭരണമാണെന്നും അത് അതിൻ്റെ സാമ്പത്തിക രംഗത്ത് മാറ്റം ഉണ്ടാകണമെന്നൊക്കെ ശങ്കരൻ നായർ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്ത്യക്ക് ഇത്രയും വലിയൊരു സേനയുടെ ആവശ്യമില്ല, ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു സേനയെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സേനയുടെ പൈസയുടെ സംരക്ഷിക്കുന്നതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തണം? ബ്രിട്ടീഷ് ഖജനാവിൽ നിന്ന് കണ്ടെത്തണം, ഇന്ത്യൻ നികുതിദായകൻ്റെ നല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊന്നുമല്ല, അദ്ദേഹം അവിടെ തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഇംഗ്ലീഷുകാരന് എന്തൊക്കെ അവകാശാധികാരങ്ങൾ ബ്രിട്ടനിലെ ഇംഗ്ലണ്ടിലുണ്ടോ ആ അവകാശങ്ങളെല്ലാം തന്നെ ഒരു ഇന്ത്യക്കാരന് ഇന്ത്യയിൽ വേണം എന്ന് പറയുന്നുണ്ട്. അത് വളരെ വിപ്ലവകരമായ ഒരു ഡിമാൻഡാണ്. 1890 മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ നിയമസഭയിലെ അനൗദ്യോഗിക അംഗമായി നിയമിക്കപ്പെട്ട അദ്ദേഹം മലബാറിലെ പരമ്പരാഗത വില്ലേജ് സമ്പ്രദായത്തെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ബ്രിട്ടീഷ് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലുള്ള റവന്യൂ സംവിധാനം ഏകപക്ഷീയമായി മലബാറിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങളെ തടയുകയും ചെയ്തു. അന്നേരം വളരെ പരിമിതമായ രൂപത്തിലാണെങ്കിലും അന്ന് നമുക്ക് ചില ലെജിസ്ലേറ്റീവ് കൗൺസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 26-ാമത്തെ വയസ്സിൽ ശങ്കരൻ നായർ മദിരാശി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഒരു അംഗമായിട്ട് നോമിനേറ്റ് ചെയ്തു. അവിടെ നിന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ബ്രിട്ടീഷുകാരെ എതിർത്തു. 1896 മദ്രാസ് സർക്കാരിൻ്റെ മലബാർ മാരേജ് ആക്ട് വഴി മരുമക്കത്തായം പിന്തുടരുന്ന മലബാറിലെ ജനവിഭാഗങ്ങളുടെ വിവാഹങ്ങളെ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണത്തിന് മുൻകൈയെടുത്തത് ശങ്കരൻ നായരായിരുന്നു. നിയമസഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ച് പാസാക്കിയെടുക്കാൻ കഴിഞ്ഞ ഏക അനൗദ്യോഗിക അംഗം എന്ന ചരിത്ര നേട്ടവും ഇതോടെ ശങ്കരൻ നായർക്ക് സ്വന്തമായി. മലബാർ മാരേജ് ആക്ട് ശങ്കരൻ നായരാണ് കൊണ്ടുവരുന്നത്. അതേമാതിരി മലബാർ മരുമക്കത്തായം ആക്ട് കൊണ്ടുവരുന്നുണ്ട്. 1899 മദ്രാസ് ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഥവാ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായ അദ്ദേഹം 1908 വരെ ആക്ടിംഗ് ജഡ്ജായും സേവനമനുഷ്ഠിച്ചു. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ അഡ്വക്കേറ്റ് ജനറലാകുന്നത് മദ്രാസ് ഹൈക്കോടതിയിൽ ഈ ശങ്കരൻ നായരാണ്. അപ്പോൾ ഇന്ത്യക്കാരനായ അഡ്വക്കേറ്റ് ജനറലായിട്ട് ഒരു സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ പ്രവർത്തകനെ നിശ്ചയിച്ചത് എന്താണെന്ന് ശങ്കരൻ നായരുടെ സുഹൃത്തുക്കളുടെ പലരോടും ചോദിച്ചു. നിങ്ങൾ എങ്ങനെ ഇതിൽ നിശ്ചയിച്ചു? ഇത് കേട്ടപ്പോൾ നേരെ അന്നത്തെ ഗവർണറായ പ്രഭുവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, എന്തുകൊണ്ട് എന്നെ നിശ്ചയിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഗവർണർ ചിരിച്ചും കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നിയമോപദേഷ്ടാവായിട്ട് ഏറ്റവും പ്രഗത്ഭനായ ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ തരികയായിരുന്നു, അങ്ങനെ ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തി എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്വക്കേറ്റ് ജനറലായിട്ട് കുറച്ചു കാലം ഇരിക്കുമ്പോഴത്തേക്ക് ഹൈക്കോടതി ജഡ്ജിയായിട്ട് ഉയർത്തപ്പെട്ടു. അതിൻ്റെ പിന്നിലും രസമായൊരു കഥയുണ്ട്. ഈ ശങ്കരൻ നായർ അഡ്വക്കേറ്റ് ജനറലായിരിക്കുമ്പോഴാണ് ഈ കപ്പലോട്ടിയ തമിഴൻ വി.ഒ. ചിദംബരം പിള്ള, ഭാരതിയാർ മുതലായവരെയൊക്കെ രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്യാൻ കൊണ്ടുവന്നു. അപ്പോൾ അന്ന് മദിരാശി ഹൈക്കോടതിയിൽ തന്നെയാണ് വിചാരണ. ഈ വിചാരണ കൂടുന്ന സമയത്ത് ശങ്കരൻ നായർ ഒരു സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ആളായതുകൊണ്ട് ഈ കേസ് ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്ന സംശയം ഉണ്ടായിരുന്ന സമയത്ത് ഗവർണറിൻ്റെ മുഖാന്തരം വൈസ്രോയി പറഞ്ഞു, വൈസ്രോയി ഇൻ കൗൺസിൽ ഡിസൈഡ്സ് ദാറ്റ് ദിസ് പ്രോസിക്യൂഷൻ ഷുഡ് ബി കണ്ടിന്യൂഡ്. അപ്പോൾ അന്നത്തെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ 333 എന്നുള്ള വകുപ്പ് അനുസരിച്ചിട്ട് അഡ്വക്കേറ്റ് ജനറലിന് ഏത് ക്രിമിനൽ കേസ് വേണമെങ്കിൽ പിൻവലിക്കാം. അപ്പോൾ അങ്ങനെ അന്ന് മദിരാശി ഹൈക്കോടതിയിൽ നിറച്ച് ബ്രിട്ടീഷ് മിലിറ്ററി പോലീസും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് 3 ജഡ്ജിമാരുടെ ബെഞ്ച് കൂടിയ സമയത്ത് വെള്ളക്കാരായ ജഡ്ജിമാരുടെ ശങ്കരൻ നായർ എണീറ്റ് പറഞ്ഞു, മദിരാശി സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലായ ഞാൻ ഈ പ്രോസിക്യൂഷൻ പിൻവലിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ കേസ് അവസാനിച്ചു.
കാരണം ശങ്കരൻ നായർ പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റത്തിനാണ് നിങ്ങൾ ചാർജ് ചെയ്തത്, പക്ഷേ രാജ്യസ്നേഹം ഒരു കുറ്റമായിട്ട് കാണാൻ എനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് എൻ്റെ അധികാര പരിധി ഉപയോഗിച്ചിട്ട് ഇത് പിൻവലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഗവർണർ പറഞ്ഞത്, നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള വാറണ്ട് ബ്രിട്ടീഷ് ചക്രവർത്തി ഒപ്പിടാൻ നിൽക്കുന്ന കാലത്തല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിനേക്കാൾ വലുതെനിക്ക് എൻ്റെ മനസാക്ഷി പ്രകാരം പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. 1908 മദ്രാസ് ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായി ശങ്കരൻ നായർ നിയമിതനായി. 1915 വരെ അദ്ദേഹം ആ പദവിയിൽ തുടർന്നു. ബ്രിട്ടീഷുകാർ എപ്പോഴും കഴിവ് അംഗീകരിക്കുന്ന ഒരു ഇതായത് കാരണം 4 കൊല്ലത്തിന് ശേഷം ശങ്കരൻ നായരെ മദ്രാസ് ഹൈക്കോടതിയിലത്തെ ജഡ്ജിയെ നിശ്ചയിച്ചു. അന്ന് 14 ജഡ്ജിമാരുള്ളതിൽ 1 or 2 ആൾക്കാരെ ഇന്ത്യക്കാരുണ്ടാവുള്ളൂ. അതിലത്തെ ആദ്യകാലത്തെ ഇന്ത്യൻ ജഡ്ജിമാരിൽപ്പെട്ട ആളാണ് ശങ്കരൻ നായർ. ആദ്യത്തെ ഇന്ത്യൻ ജഡ്ജി സർ തിരുവാരൂർ മുത്തുസ്വാമിയാരാണ്. പിന്നീട് വരുന്ന ജഡ്ജിമാരുടെ കൂട്ടത്തിൽ വരുന്ന ഇന്ത്യക്കാരനാണ്. എന്ന് മാത്രമല്ല, ഒരു ബ്രിട്ടീഷ് പ്രസിഡൻസി ഹൈക്കോർട്ടിലെ ആദ്യത്തെ മലയാളി ജഡ്ജിയാണ് ശങ്കരൻ നായർ. അതിലും ഒരു ചരിത്രമുണ്ട്. അത് ബാരിസ്റ്റർ ബിരുദമില്ലാതെ ഹൈക്കോടതി ജഡ്ജിയാകുന്ന ആദ്യത്തെ ഹൈക്കോടതി ജഡ്ജിയാണ്. ബാരിസ്റ്റർ ബിരുദമില്ലാതെ വെറും BL മാത്രമുള്ള ഒരാൾ ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയാകുന്നത് ആദ്യത്തെ ആളാണ് ശങ്കരൻ നായർ. ജഡ്ജി ആയിരിക്കുന്ന സമയത്താണ് നീലഗിരിയിലെ തോട്ടം തൊഴിലാളികളെ 2000-3000 ആളുകളുടെ പേരിൽ കള്ള വാറണ്ടുകൾ ഇഷ്യൂ ചെയ്യുക, എന്നിട്ട് അത് നടപ്പിലാക്കാതിരിക്കുക. അത് അദ്ദേഹം ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് യൂറോപ്യൻ തോട്ടം ഉടമകൾ ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് തൊഴിലാളികൾ ഓടിപ്പോകും. അങ്ങനെ ഓടിപ്പോയാൽ അവരെ പിടിച്ചുകൊണ്ട് വന്ന് ജയിലിലിടാൻ വേണ്ടി, അങ്ങനെ പോകാതിരിക്കാൻ ഒരു ഭീഷണി എന്ന നിലയിലാണ് ഈ വാറൻ്റ് വച്ചിരിക്കുന്നത്. ശങ്കരൻ നായർ ഇത് ഒറ്റ ഉത്തരവ് കൊണ്ട് മുഴുവൻ 2000-3000 വാറൻറ്റുകൾ ക്യാൻസൽ ചെയ്തു. പിന്നീട് ഒരിക്കലും ശങ്കരൻ നായർക്ക് ആ നീലഗിരീസിൻ്റെ ചുമതല കോടതി കൊടുത്തിട്ടില്ല. വളരെ സുപ്രധാനമായ വിധികൾ ശങ്കരൻ നായരുടെ ഉണ്ടായിട്ടുണ്ട്. ഈ മലയാള വിവാഹത്തിലെ സമ്പ്രദായങ്ങളെക്കുറിച്ച്, മരുമക്കത്തത്തിനെ കുറിച്ച് ഒക്കെ അതിശക്തമായ പല വിധികളും പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരുപാട് കേസുകളുണ്ട്, ഞാൻ എടുത്തു പറയുന്നില്ല. ആഷ് മർഡർ കേസ്, മച്ചില മണി, ഒരുപാട് കേസുണ്ട്. ഇതിനിടയ്ക്ക് 1902 ഇന്ത്യയിലെ സർവകലാശാലകളുടെ സാധ്യതകളെയും ആവശ്യമായ നിയന്ത്രണങ്ങളെയും കുറിച്ച് പഠിക്കാൻ സർ തോമസ് റാലിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മീഷനെ അന്നത്തെ വൈസ്രോയ് ലോർഡ് കേഴ്സൺ നിയമിച്ചിരുന്നു. റാലി യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെട്ട ഈ സമിതിയുടെ മദ്രാസിലെ സെക്രട്ടറിയായി ശങ്കരൻ നായരെ വൈസ്രോയ് നിയമിക്കുകയുണ്ടായി. 1904 അന്നത്തെ ബ്രിട്ടീഷ് ചക്രവർത്തി എഡ്വേർഡ് ഏഴാമൻ ശങ്കരൻ നായരെ കമ്പാനിയൻ ഓഫ് ദി ഇന്ത്യൻ എംപയർ അഥവാ CIE എന്ന ബഹുമതി നൽകി ആദരിച്ചിരുന്നു. മങ്കരയിലുള്ള ശങ്കരൻ നായരുടെ ശവകുടീരത്തിൽ ആ അക്ഷരങ്ങൾ ഇന്നും ആ പേരിനൊപ്പം തെളിഞ്ഞു കാണാം. ശൂദ്രജാതിയിൽ പിറന്നവനായതുകൊണ്ട് താൻ നയിച്ച ദേശീയ സംഘടനയിലെ ജാതിയെ രാജ്യത്തേക്കാൾ പ്രധാനമായി കണ്ട വരേണ്യ നേതാക്കളുടെ നിസ്സഹകരണങ്ങളെ ഏറെ നേരിട്ട അദ്ദേഹവും ആ സംഘടനയും ഏറ്റവും വിമർശിച്ചു പോന്ന ബ്രിട്ടീഷ് സർക്കാർ തന്നെ 1912 സർ സ്ഥാനം നൽകി ആദരിച്ചു എന്നാണ് വിഖ്യാത ചരിത്രകാരനായ പ്രൊഫസർ MGS നാരായണൻ നിരീക്ഷിച്ചിട്ടുള്ളത്. Sir Chetur Shankaran Nair, Indian jurist and statesman who, despite his independent views and outspokenness, attained high government positions rarely open to Indians in his time, എന്നാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിന് മുന്നിലുള്ള പ്രസിദ്ധമായ ദീപസ്തംഭം ശങ്കരൻ നായർ സ്ഥാപിച്ചത്. 1909 ഓഗസ്റ്റ് 16, കൊല്ലവർഷം 1085 ചിങ്ങം 1 ഈ ദീപസ്തംഭം ആദ്യമായി അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഗുരുവായൂരപ്പന് മുന്നിൽ തെളിയിച്ചത്. ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുവർണ കാലഘട്ടമായിട്ട് അദ്ദേഹം പറയുന്നത് മദ്രാസിലെ കാലഘട്ടമാണ്. അപ്പോഴാണ് അദ്ദേഹം ഒരുപാട് മദ്രാസിലെ സാമൂഹ്യ ജീവിതത്തിൽ ശങ്കരൻ നായർ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പിഞ്ചറാപ്പൂൾ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ, പിഞ്ചറാപ്പൂൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ പക്ഷികളും മൃഗങ്ങളും ഒക്കെ മുറിവേറ്റ് അംഗവൈകല്യം വന്ന അതിനെയൊക്കെ സൂക്ഷിക്കുക, കൊണ്ടുവന്ന് സംരക്ഷിക്കുക, പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വരിക, അതുപോലെ തന്നെ കുടിയാന്മാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക,
പിന്നെ ഭരണപരിഷ്കാരങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക. ഇങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണമായ ഒരു കാലഘട്ടമായിരുന്നു അതെന്ന്. അതായത് അവിടെ മദ്രാസിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ പോയി. അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. സർ CP രാമസ്വാമി അയ്യർ എക്സ്ട്രീംലി ശങ്കരൻ നായരെ അറ്റോർണി ജനറലായിട്ട് സക്സീഡ് ചെയ്ത ആളാണ്. എക്സ്ട്രീംലി ടാലൻറ്റഡ്, എക്സ്ട്രീംലി വേഴ്സറ്റൈൽ, അബ്സല്യൂട്ട് ജീനിയസ് ആയിരുന്ന ഒരു വ്യക്തി. ശങ്കരൻ നായർ ഭയങ്കര അഡ്മയറിങ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇപ്പോൾ ഗീതയിൽ പറയുന്ന പോലെ ഇങ്ങനെ യദ്യത് ആചരത്തി ശ്രേഷ്ഠ ആ ഒരു ശ്ലോകം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ശ്രേഷ്ഠരായ ആൾക്കാർ ബിഹേവ് ചെയ്യുന്ന രീതി നമ്മൾ എമ്യുലേറ്റ് ചെയ്യാൻ നോക്കും ലെസർ പീപ്പിൾ. പ്രത്യേകിച്ച് ഇൻ മൈ യൂത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ വളരെ ഇൻസ്പിറേഷനായിട്ട് തോന്നിയിട്ടുള്ള ആൾക്കാരുണ്ട്. CP രാമസ്വാമിയുടെ ഒരു ബുക്കുണ്ട്, ബയോഗ്രഫിക്കൽ സ്കെച്ചസ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഒരു പുസ്തകം എഴുതി. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ബുക്കാണ്. അതിനകത്ത് ഇങ്ങനെ ത്യാഗരാജസ്വാമികളുടെ, അപ്പയ്യ ദീക്ഷിതർ, അത് മുതൽ ശങ്കരൻ നായർ വരെ ഉണ്ട് അതിനകത്ത്. അദ്ദേഹത്തിന് പ്രചോദനമായിട്ട് തോന്നിയിട്ടുള്ള ആൾക്കാർ. 1915 ശങ്കരൻ നായരെ ഒരു ചരിത്ര നിയോഗം തേടിയെത്തി. ബ്രിട്ടീഷ് ഇന്ത്യ ഭരിക്കുന്ന വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഭാരതീയരുടെ ഏക പ്രതിനിധിയായുള്ള നിയമനം. അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷതയ്ക്കും സത്യസന്ധതയ്ക്കും ലഭിച്ച ആ വലിയ അംഗീകാരത്തിൻ്റെ പ്രധാന ശില്പികൾ മുൻ മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് തോമസ് ഗിബ്സൺ കാർമിക്കേൽ, അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് ജോൺ സിൻക്ലെയർ പെൻറ്റ്ലൻഡ്, അന്നത്തെ വൈസ്രോയ് ലോർഡ് ചാൾസ് ഹാർഡിഞ്ച്, അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മെക്ഡൊണാൾഡ് എന്നിവരായിരുന്നു. 1906 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾക്കനുസരിച്ച് രാജ്യഭരണത്തിൽ തദ്ദേശീയർക്ക് പങ്കാളിത്തം നൽകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനായ അംഗത്തെ നിയമിക്കാനുള്ള തീരുമാനമുണ്ടായത്. അതനുസരിച്ച് 1909 ആദ്യത്തെ ഭാരതീയനായ അംഗമായി സർ സത്യേന്ദ്ര പ്രസന്ന സിൻഹയെയാണ് നിയമിച്ചത്. ബ്രിട്ടീഷ് രേഖകളിൽ കാണും പ്രകാരം തുടർന്ന് 1912 സർ PS ശിവസ്വാമി അയ്യരും സർ സയ്യദ് അലി ഇമാമും നിയമിതരായി. ഇവരെല്ലാവരും പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നുമില്ലാത്ത നിയമ മെമ്പർമാർ അഥവാ ലോ മെമ്പർമാർ മാത്രമായിരുന്നു. ശങ്കരൻ നായരുടെ ആത്മകഥയിൽ സർ അലി ഇമാമിൻ്റെ ഒഴിവിലാണ് തന്നെ നിയമിച്ചത് എന്നും എഴുതിയിരിക്കുന്നു. ബാരിസ്റ്റർ ബിരുദമില്ലാത്തതിനാൽ നിയമ മെമ്പറാക്കുന്നതിന് പകരം മറ്റു ചില വകുപ്പുകളിൽ വിപുലമായ അധികാരങ്ങളുള്ള സ്വതന്ത്ര ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയത്. ആ പദവിയിലെത്തിയ ഒരേയൊരു മലയാളിയും അദ്ദേഹം തന്നെയായിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വകുപ്പുകളുടെ ചുമതലയും അധികാരവും അദ്ദേഹത്തിന് ലഭിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, ലാൻഡ് റവന്യൂ എന്നീ സുപ്രധാന വകുപ്പുകൾ. ഇവയുടെ കീഴിലുള്ള ചെറു വകുപ്പുകൾ ഉൾപ്പെടെ 32 ഡിപ്പാർട്ട്മെൻറ്റുകളും അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന 100 കണക്കിന് ഓഫീസുകളും ബ്രിട്ടീഷുകാരടക്കമുള്ള 1000 കണക്കിന് ഉദ്യോഗസ്ഥന്മാരും ശങ്കരൻ നായരുടെ അധികാരപരിധിയിൽ വന്നു. അവരുടെയൊക്കെ നിയന്ത്രണം ആദ്യമായി ഒരു ഭാരതീയൻ്റെ കൈപ്പിടിയിലെത്തി. ഒരു സ്വതന്ത്ര ഭരണ ചുമതല ലഭിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഭരണാധികാരിയാണ് ശങ്കരൻ നായർ. അതാണ് ശങ്കരൻ നായരുടെ അപൂർവതകളിൽ ഒന്ന്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭയ്ക്ക് പകരമുള്ള സംവിധാനമാണ്. അത് 3 ആളായിരുന്നു ഇന്ത്യ ഭരിച്ചതിൽ. അത് 3 വള്ളക്കാരായിരിക്കും. അതിൽ ഇന്ത്യക്കാരനായ ശങ്കരൻ നായരെ നിശ്ചയിച്ചു. ആ 33 വകുപ്പുകളുടെയും സെക്രട്ടറിമാർ ICSകാരായ യൂറോപ്യന്മാരാണ്. അവരുടെ മേധാവിയായിട്ടാണ് ശങ്കരൻ നായർ വരുന്നത്. ആദ്യ ചുവടായി നിരക്ഷരത ഇല്ലാതാക്കാൻ, രാജ്യത്ത് പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാനുള്ള നിർദ്ദേശം അദ്ദേഹം കൗൺസിലിൽ വെച്ചു. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നിസ്സഹകരണം മൂലം അത് നടപ്പായില്ല. തുടർന്ന് അക്കാലത്ത് ദുർബലമായിരുന്ന ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പിടിച്ചുയർത്താനായി അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ. റാലി യൂണിവേഴ്സിറ്റി കമ്മീഷൻ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ലോർഡ് കേഴ്സൺ 1904 കൊണ്ടുവന്ന ഇന്ത്യൻ സർവകലാശാല നിയമത്തിൻ്റെ ബലത്തിൽ ബ്രിട്ടീഷ് സർക്കാർ സർവകലാശാലകളുടെ മേൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. അന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്ന കൽക്കട്ട സർവകലാശാലയും ഈ നിയന്ത്രണങ്ങളുടെ ഇരയായി. എന്നിരുന്നാലും സർവകലാശാലയുടെ വൈസ് ചാൻസലറും ഹൈക്കോടതി ജഡ്ജിയും മഹാപണ്ഡിതനുമായിരുന്ന സർ അശുതോഷ് മുഖർജി അതിനൊന്നും വഴങ്ങിക്കൊടുത്തില്ല. വെറും പരീക്ഷാ നടത്തിപ്പ് സ്ഥാപനം എന്ന അവസ്ഥയിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രമാക്കി കൽക്കട്ട സർവകലാശാലയെ മാറ്റിയത് അദ്ദേഹമായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇംഗ്ലീഷിന് അർഹമായ പ്രാധാന്യം അദ്ദേഹം നൽകിയത് കേഴ്സൺവാദികളായ ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊന്നും വകവയ്ക്കാതെ മുഖർജി മറ്റിനങ്ങൾക്കുള്ള സർക്കാർ ഫണ്ട് വകമാറ്റി ചെലവഴിച്ച് സർവകലാശാലയിൽ ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചു. അതിൽ കുപിതരായ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതന്മാർ
കൽക്കട്ട സർവകലാശാലയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കാൻ ഉടൻ ഒരു കമ്മീഷനെ നിയമിക്കണമെന്നും അവിടുത്തെ ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദ വകുപ്പ് ഉടൻ അടച്ചുപൂട്ടുകയും വേണമെന്ന് ശങ്കരൻ നായരോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. അതിനു മറുപടിയായി അദ്ദേഹം അന്വേഷണത്തിനും അടച്ചുപൂട്ടലിനും പകരം ചരിത്രപ്രധാനമായ ഒരു തീരുമാനമെടുത്തു. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് സമഗ്ര പഠനം നടത്തുന്നതിന് ഒരു കമ്മീഷനെ നിയമിക്കാനും ആ കമ്മീഷൻ തന്നെ കൽക്കട്ട സർവകലാശാലയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനും അദ്ദേഹം ഉത്തരവിട്ടു. പ്രസിദ്ധ വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്ന സർ മൈക്കേൽ സാഡ്ലർ ആയിരുന്നു സമിതിയുടെ അധ്യക്ഷൻ. എന്നാൽ ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ചത് ഇതൊന്നുമല്ല. ആർക്കെതിരെയാണോ അവർ അന്വേഷണം ആവശ്യപ്പെട്ടത് ആ വ്യക്തിയെ തന്നെ, സർ അശുതോഷ് മുഖർജിയെ തന്നെ ശങ്കരൻ നായർ സാഡ്ലർ കമ്മീഷനിൽ അംഗമാക്കി. 2 വർഷത്തെ പഠനത്തിന് ശേഷം 5 വോള്യങ്ങളായി സാഡ്ലർ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ശക്തമായ അടിത്തറയിട്ടു. സർവകലാശാലകൾ വെറും പരീക്ഷ നടത്തിപ്പ് കേന്ദ്രങ്ങളല്ലെന്നും അവിടങ്ങളിൽ അധ്യാപനവും ഗവേഷണവുമാണ് മുഖ്യമായും വേണ്ടതെന്നും കൂടുതൽ സർവകലാശാലകൾ രാജ്യത്തുണ്ടാകണമെന്നും ഇംഗ്ലീഷ് പഠനം ഉന്നത വിദ്യാഭ്യാസത്തിൽ ആവശ്യമാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കൂടാതെ കൽക്കട്ട സർവകലാശാലയിലെ പഠന ഗവേഷണ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സർവകലാശാലകളിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ ജനാധിപത്യ സ്വഭാവം നിലനിർത്തുന്നതിനും സഹായിച്ചത്. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായതുകൊണ്ടാണ് ജഗദീഷ് ചന്ദ്ര ബസുവിനെയും ഡോക്ടർ എസ് രാധാകൃഷ്ണനെയും പോലുള്ള മഹാപ്രതിഭകൾ ഉണ്ടാകാൻ കാരണം ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. 1948 സ്വതന്ത്ര ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷനായുള്ള സമിതി നിയമിതമാകും വരെ നീണ്ട 31 വർഷം ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പ്രവർത്തിച്ചത് ശങ്കരൻ നായർ നിയമിച്ച സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു. ആരോഗ്യവകുപ്പിന്റെയും ചുമതലയുണ്ടായിരുന്ന ശങ്കരൻ നായർ ബ്രിട്ടീഷ് ഡോക്ടർമാർ മാത്രം പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ മെഡിക്കൽ രംഗത്ത് ഇന്ത്യൻ ഡോക്ടർമാരുടെ സാന്നിധ്യം വേണമെന്ന് അതിയായി ആഗ്രഹിച്ചു. ഇതിനായി പല പ്രകാരത്തിലും അദ്ദേഹം ശ്രമിച്ചെങ്കിലും മെഡിക്കൽ രംഗത്ത് ഇന്ത്യക്കാർ കടന്നുവരുന്നത് സഹിക്കാത്ത ഇന്ത്യൻ മെഡിക്കൽ സർവീസിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കാരണം ആ സ്വപ്നം അദ്ദേഹത്തിൻ്റെ ചുമതലക്കാലത്ത് സാധിക്കാതെ പോയി. രാജ്യത്തെ പുരാവസ്തു വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന ശങ്കരൻ നായർ സുപ്രസിദ്ധ പുരാവസ്തു വിദഗ്ധനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 1902 മുതൽ 1928 വരെ ഡയറക്ടർ ജനറലുമായിരുന്ന സർ ജോൺ മാർഷലിന് അകമഴിഞ്ഞ പിന്തുണ നൽകി. മൊഹൻജദാരോവും ഹാരപ്പയും കണ്ടെത്തിയ സർ ജോൺ മാർഷലിനെ പോലൊരു വിദഗ്ധനുണ്ടായിട്ടും ധനസഹായമില്ലാത്തതിനാൽ ഏതാണ്ട് നിർജീവമായി പോയ പുരാവസ്തു വകുപ്പിനെ കൈപിടിച്ചുയർത്തിയത് ശങ്കരൻ നായരാണ്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയുടെ അക്ഷീണ പരിശ്രമത്താൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി രൂപം കൊണ്ടുവരുന്ന കാലമായിരുന്നു അത്. ബ്രിട്ടീഷുകാരുടെയും മറ്റു വർഗീയ ശക്തികളുടെയും എതിർപ്പുകൾ മൂലം ആ സ്വപ്നം പൂർത്തീകരിക്കാൻ മാളവിക്ക് കഴിഞ്ഞിരുന്നില്ല. മാളവിയും സുന്ദർലാലും ശങ്കരൻ നായരെ പോയി കാണുകയും തങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും വിശദീകരിക്കുകയും ചെയ്തു. ആ ദർശനത്തിലുള്ളത് ഒരിക്കലും ഒരു വിഭാഗീയ വർഗീയ സർവകലാശാല അല്ലെന്നും വിശാലവീക്ഷണമുള്ള ഒരാധുനിക വിദ്യാഭ്യാസ കേന്ദ്രമാണെന്നും ശങ്കരൻ നായർക്ക് ബോധ്യമായി. അദ്ദേഹം ഉടൻ തന്നെ സർക്കാരിൽ നിന്ന് സർവകലാശാലാ നിർമ്മാണത്തിന് നല്ലൊരു ഗ്രാന്റ് അനുവദിച്ചു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ തടസ്സവാദങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞു. 1912 ഫെബ്രുവരി 6 വൈസ്രോയ് ലോർഡ് ഹാർഡിഞ്ച് ബനാറസ് ഹിന്ദു സർവകലാശാല ഉദ്ഘാടനം ചെയ്തു. ശങ്കരൻ നായരായിരുന്നു വിശിഷ്ടാതിഥി. അവിടെ വെച്ചാണ് അദ്ദേഹം ആദ്യമായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ കാണുന്നതും ഗാന്ധിജിയുടെ വിവാദമുണ്ടാക്കിയ ഒരു പ്രസംഗം കേൾക്കുന്നതും. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ശേഷമുള്ള ഗാന്ധിജിയുടെ ആദ്യ പ്രസംഗമായിരുന്നു അതെന്ന് ശങ്കരൻ നായർ തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബനാറസ് ഹിന്ദു സർവകലാശാല രൂപം കൊള്ളുമ്പോൾ അത് മതം പഠിപ്പിക്കാൻ ഒരു സർവകലാശാലയുടെ ആവശ്യമില്ല എന്ന നിലപാടാണ് ശങ്കരൻ നായർ എടുക്കുന്നത്. പിന്നെ ആനി ബസന്റിനെ പോലുള്ളവർ ചെന്ന് കണ്ട് അങ്ങനെയല്ല, ശാസ്ത്രവും ഭാഷയും മറ്റ് ആധുനിക വിജ്ഞാന ശാഖകളും ഒക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുമ്പോഴേ ശങ്കരൻ നായർ അത് സമ്മതിക്കുന്നുള്ളൂ. ഇതേ നിലപാട് തന്നെയാണ് അലിഗർ മുസ്ലിം സർവകലാശാലയുടെ കീഴിൽ അത് സർവകലാശാല ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഇത് ഭാവിയിലൊരു പാൻ ഇസ്ലാമിസത്തിൻ്റെ ഭാഗമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ ശങ്കരൻ നായർ ഒരു പ്രസംഗത്ത് പറഞ്ഞു, അത് ഞാൻ ഒന്നിൽ വായിച്ചതാണ്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ ഭാരതാംബയുടെ പെൺമക്കൾ വിദ്യാസമ്പന്നകളാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കരൻ നായർ തന്നെ എന്ത് ചെയ്തു, 1847 മുതൽക്ക് തന്നെ ചേറ്റൂർ കുടുംബത്തിന് ഒരു എഴുത്തുപള്ളി ഉണ്ടായിരുന്നു. ആ എഴുത്തുപള്ളി തറവാടിനോട് തൊട്ട് കിടന്ന 5.5 ഏക്കർ സ്ഥലത്ത് അദ്ദേഹം സ്വന്തം ചിലവൊരു സ്കൂൾ കെട്ടി. എന്ന് മാത്രമല്ല, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സ്ത്രീ വിദ്യാഭ്യാസം ഒരു വിഷയമായി ഉന്നയിച്ച് ഒറ്റപ്പാലത്ത് ഇന്ന് കാണുന്ന LSN കോൺവെൻറ്റ്
അഥവാ ലേഡി ശങ്കരൻ നായർ കോൺവെൻറ്റ് സ്ഥാപിച്ചതും ശങ്കരൻ നായരാണ്. ബ്രിട്ടീഷ് സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയുടെ അധികാരമുണ്ടായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായർക്ക് പാലക്കാട്ട് മങ്കരയിലെ ചേറ്റൂർ തറവാട്ടിൽ വന്നുപോകുന്നതിന് 1915 അന്നത്തെ വൈസ്രോയ് ലോർഡ് ഹാർഡിഞ്ച് മങ്കരയിൽ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്. ശങ്കരൻ നായർക്ക് വേണ്ടി എക്സ്പ്രസ് ട്രെയിനുകൾക്ക് വരെ ഇവിടെ സ്റ്റോപ്പുണ്ടായിരുന്നു. പിന്നീട് തുകലും മരത്തടികളും ഇവിടെ നിന്ന് കയറ്റിയേക്കാൻ തുടങ്ങിയതോടെ സ്റ്റേഷൻ പ്രശസ്തമായി. Sir Shankaran had a habit of coming regularly to Mankara, to his ancestral house. And Lord Harding asked him, "Where are you going?" And so he says, and it was a terrible way of coming at that, tortuous way of getting there at that time. So he said, in order to facilitate that, because you will also need to come regularly for meetings, etc. in Delhi, we will arrange to have a station and the rail route come there. And that's how the station came into being. Which again shows that how rooted he was in Mankara. You know, his roots were very much there. Why would he otherwise return? You know, why would he? But he kept coming back, and the station was necessary because he used to come back. You know, if he had stayed in Delhi and Shimla, there would have been no problem. അപ്പം മനോരമയാണെന്ന് തോന്നുന്നു എഴുതിയിരുന്നു, മങ്കര റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ നിർത്തലാക്കിയെങ്കിലും ആ മനുഷ്യൻ്റെ പേര് ചരിത്രത്തിൽ നിന്ന് തുടച്ച് നീക്കാൻ കഴിയില്ല. ഒന്നാം ലോകമഹായുദ്ധത്തിനു ശേഷം 1918 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ക്രമേണ സ്വയംഭരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിനും ഇന്ത്യക്കാർക്ക് ഭരണത്തിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നതിനു വേണ്ടിയും അന്നത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന എഡ്വിൻ സാമുവൽ മോണ്ടെഗ്യൂവും വൈസ്രോയി ആയിരുന്ന ഫ്രെഡറിക് ചെംസ്ഫോർഡും ചേർന്ന് തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. ആ ഭരണപരിഷ്കാരത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് ഇംഗ്ലണ്ടിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള ആദ്യം ഇതിനൊരു നിർദ്ദേശങ്ങൾ വയ്ക്കും. ആ നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് മോണ്ടേഗു ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് ശങ്കരൻ നായരെയാണ്. ശങ്കരൻ നായരെ കാണുമ്പോൾ ശങ്കരൻ നായരെ കുറിച്ച് അന്ന് അദ്ദേഹം തൻ്റെ ഡയറിയിൽ എഴുതി, ആൻ ഇംപോസിബിൾ മാൻ. മോണ്ടെഗ്യൂ ചെംസ്ഫോർഡ് നിർദ്ദേശങ്ങൾ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ശങ്കരൻ നായർ തൻ്റെ വിയോജനക്കുറിപ്പ് അക്കമിട്ടെഴുതി കൗൺസിലിൽ സമർപ്പിച്ചു. ആ വിയോജനക്കുറിപ്പ് അതേപടി അക്കാലത്തെ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിൻ്റെ വിയോജനക്കുറിപ്പ് കൂടി ചേർത്താണ് ബ്രിട്ടീഷ് സർക്കാർ മോണ്ടെഗ്യൂ ചെംസ്ഫോർഡ് നിർദ്ദേശങ്ങൾ ഇംഗ്ലണ്ടിലെ പാർലമെന്ററി കാര്യ കമ്മിറ്റിക്ക് അയച്ചത്. ആ കമ്മിറ്റി ആകട്ടെ ശങ്കരൻ നായരുടെ വിയോജനക്കുറിപ്പിന് പ്രാധാന്യം നൽകി. ഉത്തരവാദിത്തം കൈമാറാതെ ഒരു പരിഷ്കാരവും ഫലം കാണില്ല എന്ന് ശങ്കരൻ നായർ അതിൽ സ്പഷ്ടമായി എഴുതിയിരുന്നു. ആ കുറിപ്പിലെ വസ്തുതകളെ കൂടി സമഗ്രമായി പരിഗണിച്ചാണ് മോണ്ടെഗ്യൂ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾക്ക് കമ്മിറ്റി അന്തിമരൂപം നൽകിയത്. അധികാരം നുകരുന്ന ബ്രിട്ടീഷുകാർ ഈ ഭരണപരിഷ്കാരങ്ങൾ അരുത് എന്നും സ്വാതന്ത്ര്യം കാംക്ഷിക്കുന്ന ഇന്ത്യയിലെ ദേശീയവാദികൾ ഈ ഭരണപരിഷ്കാരങ്ങൾ പോരാ എന്നും പറയുകയാണുണ്ടായത്. എന്തായാലും ശങ്കരൻ നായരുടെ വിയോജനക്കുറിപ്പ് കൊണ്ട് ആറ്റിക്കുറുക്കിയെടുത്ത ഈ ഭരണപരിഷ്കാരങ്ങളുടെ ചുവട് പിടിച്ചാണ് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണത്തിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നതിന് 1919 മാർച്ച് 5 ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത്. മോണ്ടെഗ്യൂ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ ഇന്ത്യക്ക് അത് ഗുണകരമെന്ന് ഒരു ചരിത്രം പഠിക്കുന്ന ആർക്ക്, ഒരു ഇന്ത്യൻ ദേശീയവാദികൾക്കോ പറയാൻ പറ്റില്ല. പക്ഷേ അത്രയെങ്കിലും മോണ്ടെഗ്യൂ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ ഇന്ത്യയിലെ ഭരണപരിഷ്കാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാമൂഹ്യമായ ഉയർച്ചയ്ക്കും കാരണമായതിന് പിന്നിൽ ശങ്കരൻ നായരുടെ ഒറ്റയാൾ പോരാട്ടമാണ്. അവിടെ ഇരിക്കുന്ന കാലത്താണ് ഈ റൗലറ്റ് ആക്ട് ഇന്ത്യക്കാർക്കെതിരായിട്ട് പാസ്സാക്കിയത്. അത് ശങ്കരൻ നായർ എതിർത്തു. പക്ഷേ ബാക്കി രണ്ടു കൂട്ടർ അനുകൂലിച്ചത് കാരണം അത് നിയമമായി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ 1919 മാർച്ച് 18 ബ്രിട്ടീഷ് അധികാരികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമങ്ങളിൽ ഏറ്റവും അധികം ബഹുജന പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയ കുപ്രസിദ്ധമായ റൗളറ്റ് ആക്ട് നിലവിൽ വന്നു. ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചിരുന്ന ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് അത് പാസാക്കിയത്. ഭീകരവാദിയായി സംശയിക്കപ്പെടുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിലിടാൻ ഈ നിയമം സർക്കാരിന് അധികാരം നൽകി. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളെ വളരെ എളുപ്പത്തിൽ നേരിടുന്നതിനുള്ള ഒരായുധമായിരുന്നു ബ്രിട്ടീഷ് അധികാരികൾക്ക് ഈ നിയമം. ബ്രിട്ടീഷ് ജഡ്ജിയായിരുന്ന സർ സിഡ്നി റൗളറ്റിന്റെ അധ്യക്ഷതയിലുള്ള റൗളറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളായിരുന്നു ഈ നിയമത്തിന് അടിസ്ഥാനമായത്. റൗളറ്റ് നിയമം എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ചർച്ചയ്ക്കെത്തിയപ്പോൾ ശങ്കരൻ നായർ അതിശക്തമായിട്ട് എതിർത്തു. വിയോജനക്കുറിപ്പും എഴുതി.
പൗരസ്വാതന്ത്ര്യത്തെ പേരോടെ അറുത്തുമുറിക്കുന്ന ഈ നിയമത്തിന്റെ ആപൽക്കരങ്ങളായ വശങ്ങളെക്കുറിച്ച് അദ്ദേഹം ആ സമയത്ത് തന്നെ സന്ദർശിച്ച പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി. മാളവ്യയാണ് ഈ നിയമത്തിന്റെ അപകടങ്ങളെ മറ്റു ദേശീയ നേതാക്കളെയും അതുപോലെ പത്രങ്ങളിലൂടെ ബഹുജനത്തെയും അറിയിച്ചത്. തുടർന്ന് രാജ്യം മുഴുവൻ ഈ കരിനിയമത്തിനെതിരെ വൻ പ്രക്ഷോഭങ്ങളുണ്ടായി. മൈക്കൽ ഒഡെയർ എന്ന ധിക്കാരിയും ഏകാധിപത്യ സ്വഭാവമുള്ള ഗവർണറുടെ ഭരണത്തിൻ കീഴിൽ പൊറുതിമുട്ടിയിരുന്ന പഞ്ചാബിൽ റൗളറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ താരതമ്യേന ശക്തമായിരുന്നു. 1919 ഏപ്രിൽ 10 കോൺഗ്രസിന്റെ 2 പ്രമുഖ നേതാക്കളായിരുന്ന ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവർ അറസ്റ്റിലായി. 1919 ഏപ്രിൽ 13 അമൃത്സറിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രതിഷേധ പ്രകടനം കുപ്രസിദ്ധമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ കലാശിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പുറം ലോകമറിഞ്ഞ ഏറ്റവും രക്തരൂഷിതമായ സംഭവമായിരുന്നു അത്. റൗളറ്റ് നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ പഞ്ചാബിൽ വ്യാപകമായ അക്രമങ്ങൾക്ക് വഴിവെച്ചിരുന്നു. റെയിൽവേ ലൈനുകളും ടെലിഗ്രാഫ് പോസ്റ്റുകളും നശിപ്പിക്കപ്പെട്ടു. ഇംഗ്ലീഷുകാർക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടാവുകയും 3 ബ്രിട്ടീഷുകാർ കൊല്ലപ്പെടുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കാൻ പഞ്ചാബിൽ ബ്രിട്ടീഷ് സർക്കാർ പട്ടാള നിയമം അഥവാ മാർഷ്യൽ ലോ നടപ്പിലാക്കി. മാർഷ്യൽ ലോ പ്രഖ്യാപിക്കുന്നതിന് ഇന്ത്യയിലെ ദേശീയവാദികൾ പലരും അനുകൂലിച്ചു. ശങ്കരൻ നായരും ആദ്യം അനുകൂലിച്ചു. പക്ഷേ മാർഷ്യൽ ലോ പ്രഖ്യാപിച്ചു കഴിയുമ്പോഴാണ് പൗരസ്വാതന്ത്ര്യങ്ങളെല്ലാം ഇല്ലാതാകുന്നു, കാര്യങ്ങൾ മുഴുവൻ കുഴപ്പത്തിലാകുന്നു എന്ന് ശങ്കരൻ നായർ കാണുന്നു. അപ്പോൾ ശങ്കരൻ നായരും പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കൽ ഒഡെയർ, പലപ്പോഴും ആളുകൾ ജനറൽ ഡയറിനെയും മൈക്കൽ ഒഡെയറിനെയും തമ്മിൽ തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ ഈ മൈക്കൽ ഒഡെയറും ശങ്കരൻ നായരും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപം കൊള്ളും. അപ്പോൾ ഈ നമ്മുടെ ജിന്നയും മോട്ടിലാൽ നെഹ്റുവും കൂടി വന്നിട്ട് ശങ്കരൻ നായർ കാണാനായിട്ട് വരും. എന്തുകൊണ്ട് ആ മാർഷ്യൽ ലോയെ എതിർക്കുന്നു എന്ന്. അപ്പോൾ ശങ്കരൻ നായർ കാര്യങ്ങൾ പറയും. എന്തുകൊണ്ട് സാധാരണ ജനജീവിതവും ജനാധിപത്യ ക്രമങ്ങളും ഒക്കെ ഇല്ലാതാകുന്നു, അത് അപകടകരമാണ് എന്ന് പറയുകയും ഈ ശങ്കരൻ നായരെ കാണാൻ ചെല്ലുമ്പോൾ ഇവർ പഞ്ചാബിൽ മാർഷ്യൽ ലോയ്ക്ക് അനുകൂലമായിരുന്നെങ്കിൽ ശങ്കരൻ നായരുടെ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവർ ശങ്കരൻ നായരുടെ ഭാഗത്താകുകയും ചെയ്യുന്ന അപൂർവമായൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിനിടയ്ക്ക് ഏപ്രിൽ 11 അമൃത്സറിൽ ജനക്കൂട്ടം മാർസല്ല ഷെർവുഡ് എന്ന ഇംഗ്ലീഷ് മിഷണറി വനിതയെ ആക്രമിച്ചു. ഇതിൽ കുപിതനായ ജലന്ധർ ബ്രിഗേഡിലെ ജനറൽ ഓഫീസർ കമാൻഡിങ്ങും താത്കാലിക ബ്രിഗേഡിയറുമായ കേണൽ റെജിനോൾഡ് എഡ്വേർഡ് ഹാരി ഡയർ തദ്ദേശവാസികളെ അതികഠിനമായി ശിക്ഷിക്കാൻ തുടങ്ങി. ജനറൽ ഡയറിനായിരുന്നു അമൃത്സറിലെ ക്രമസമാധാന ചുമതല. ഏപ്രിൽ 13 ജനറൽ ഡയർ അമൃത്സറിൽ എല്ലാ തരത്തിലുള്ള മീറ്റിംഗുകളും നിരോധിച്ചു. രാവിലെ 9 മണി മുതൽ മാർഷ്യൽ ലോ നടപ്പിലാക്കി. അന്ന് വൈകിട്ട് 4:30 ഏതാണ്ട് 20,000-നടുത്ത് വരുന്ന ആളുകൾ ജാലിയൻ വാലാബാഗ് എന്ന പഴയ ഉദ്യാനത്തിൽ ഒരു യോഗം ചേരുന്നതായി വിവരം ലഭിച്ച ജനറൽ ഡയർ ക്യാപ്റ്റൻ ബ്രിഗ്സ്, ക്യാപ്റ്റൻ മോർഗൻ, അമൃത്സർ പോലീസ് സൂപ്രണ്ട് JF റീഹിൽ, DSP പ്ലോമർ എന്നിവരോടൊപ്പം 90 സായുധ പട്ടാളക്കാരുമായി അങ്ങോട്ടേക്ക് നീങ്ങി. 2nd ബറ്റാലിയൻ 9th ഗൂർഖ റൈഫിൾസിലെ 25 ഗൂർഖകളും 54th സിഖ് റൈഫിൾസിലെയും 59th സിന്ധ് റൈഫിൾസിലെയും 25 പത്താന്മാരും ബലൂജികളും യന്ത്രത്തോക്കുകൾ ഘടിപ്പിച്ച 2 കാറുകളുമായിരുന്നു ആ സംഘത്തിൽ. യോഗം ചേരുന്നവരെ കൂടാതെ അവിടെ കൂടിയിരുന്നത് സിഖ് പുണ്യ ദിവസമായ ബൈശാഖി ആചരിക്കാൻ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിലെത്തിയ ജനങ്ങളായിരുന്നു. അവരിൽ വൃദ്ധരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. 6-7 ഏക്കർ വിസ്തൃതിയും 5 പ്രവേശന വഴികളുമുള്ള ജാലിയൻ വാലാബാഗിലേക്കുള്ള പ്രധാന പ്രവേശനദ്വാരം അടച്ചുനിന്ന് യാതൊരു പ്രകോപനവുമില്ലാതെ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ ജനറൽ ഡയർ തന്റെ പട്ടാളക്കാരോട് ഉത്തരവിട്ടു. ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. ബാക്കി 4 ചെറിയ കവാടങ്ങളും പൂട്ടിക്കിടക്കുകയായിരുന്നു. 3 വശങ്ങളിലും മറികടക്കാൻ പ്രയാസമുള്ള 10 അടിയോളം ഉയരമുള്ള മതിലുകളും ആകെയുള്ളൊരു ഇടുങ്ങിയ പ്രവേശനദ്വാരത്തിൽ മരണം വിതയ്ക്കുന്ന തോക്കുകളുമായി ഡയറിന്റെ പട്ടാളവും. പലരും അവിടെയുള്ളൊരു കിണറ്റിലേക്ക് എടുത്തു ചാടി. പിന്നീട് 120ഓളം മൃതദേഹങ്ങൾ ആ കിണറ്റിൽ നിന്ന് മാത്രം കണ്ടെടുക്കുകയുണ്ടായി. ഏതാണ്ട് 10 മിനിറ്റോളം ഈ വെടിവെപ്പ് തുടർന്നു. വെടിക്കോപ്പ് തീരുന്നതുവരെ .303 ലീ എൻഫീൽഡ് ബോൾഡ് ആക്ഷൻ റൈഫിളുകൾ ഉപയോഗിച്ച് ഏതാണ്ട് 1650 റൗണ്ട് വെടിവെച്ചു എന്ന് കണക്കാക്കപ്പെടുന്നു. .303 തിരയുടെ ഒഴിഞ്ഞ പൊതികളുടെ കണക്കെടുത്താണ് ഇങ്ങനെയൊരു കണക്കെടുപ്പ് നടത്തിയത്. ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക കണക്കുകളനുസരിച്ച് 379 പേർ മരണമടഞ്ഞു. 1000-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. യഥാർത്ഥത്തിൽ 1000-ലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.
ഈ സംഭവം ശങ്കരൻ നായരെ കുറച്ചൊന്നുമല്ല ഉലച്ചത്. ബ്രിട്ടീഷ് അനുകൂലികളായിരുന്ന ബ്രിട്ടനിലെ ആളുകൾക്ക് മുന്നിൽ ഡയർ ഒരു നായകനായി മാറി. മൃഗങ്ങൾ വളർത്തിയ മനുഷ്യക്കുഞ്ഞായ മൗഗ്ലിയുടെ കഥയായ ജംഗിൾ ബുക്ക് എന്ന വിഖ്യാത നോവൽ എഴുതിയ റുഡ്യാർഡ് കിപ്ലിംഗ് ജനറൽ ഡയർ തന്റെ കൃത്യനിർവഹണമാണ് ചെയ്തത് എന്ന് പിന്തുണ നൽകിക്കൊണ്ട് എഴുതുകയും ഒരു പാരിതോഷികം നൽകുകയും ചെയ്തു. വൈസ്രോയ് ലോർഡ് ചെംസ്ഫോർഡും ജനറൽ ഡയറിനെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. ഇതുകൂടി അറിഞ്ഞതോടെ ശങ്കരൻ നായർ വൈസ്രോയുടെ കൗൺസിലിൽ നിന്നും രാജിവെക്കാൻ തീരുമാനമെടുത്തു. Okay, even this Jallianwala Bagh massacre would have been kept within Punjab's boundaries. All right? It wouldn't have, like the other cases, it would have been hushed. What happened is that at the minute the massacre occurred, the boundaries were closed. The Punjab boundaries were, nobody is allowed in, nobody's allowed out. Okay? Also, Indian press was completely banned, and there was severe press censorship. There was only one paper in circulation, and that was the Chronicle, which spread British propaganda. So no news came out. Forget India. I mean, even the central government, where Sir Nair was, he was a member of the Viceroy's Executive Council. So even, that is the central body. Even he knew nothing in the beginning. Nothing. There was no information. That's how well they guarded it. Then what happened is slowly people started infiltrating the boundaries, managing to escape. When they managed to escape, news of this terrible massacre and all the brutalities that were being, caused by these British had taken place, came through, and was still taking place because martial law was still in force. So came through, and when Sir Nair heard this, he was absolutely appalled. Appalled is not, it's not even a strong enough word. And then, of course, he decided to resign from such a elite body, but he resigned. Yes. He absolutely resigned because he felt he could not be part of a government that permitted such atrocities to take place, especially on his own countrymen. അന്ന് ഇറ്റ് വാസ് ഹെവിലി കണ്ടംഡ് ബൈ എവറിബഡി. ചർച്ചിലൊക്കെ ബ്രിട്ടീഷ് പാർലമെന്റിൽ പറഞ്ഞു, ഐ മീൻ ഇറ്റ് വാസ് ഹെയ്നസ് ആക്ട് എന്ന് പറഞ്ഞ് ഇത്രയും മോൺസ്ട്രസ് ആയിട്ടുള്ള കാര്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ എല്ലാവരും യൂണിവേഴ്സിൽ കണ്ടം ചെയ്തു. പിന്നെ അതിൻ്റെ സർക്കംസ്റ്റാൻസസ് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ ഒരു സെക്കൻഡ് മ്യൂട്ടിനി ഉണ്ടാവുമെന്ന് ഇവർ വിചാരിച്ചു. ഡയർ അത് വിചാരിച്ചാണ് ഹി പുട്ട് ഇറ്റ് ഡൗൺ വിത്ത് എൻ അയൺ ഫിസ്റ്റ് എന്ന് പറഞ്ഞു. ദെൻ ഹി വാസ് സഡൻലി ട്രീറ്റഡ് ആസ് എ ഹീറോ. ഈ അപ്പീൽ, അവിടുത്തെ ന്യൂസ് പേപ്പേഴ്സ്, ഡെയിലി മെയിൽ ആൻഡ് ഓൾ റാൻ ആൻ അപ്പീൽ ടു കളക്ട് ഫണ്ട്സ് ഫോർ ഹിം. ഇവർ ഈ പെൻഷനൊക്കെ കമ്മ്യൂട്ട് ചെയ്ത് ഇയാളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു അപ്പോൾ തന്നെ, പെൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഓൾ ദാറ്റ്. അതിനെതിരെ ഇവർ ഉടനെ അവിടുത്തെ പബ്ലിക് സപ്പോർട്ട് സ്വാങ് ഇൻ ഹിസ് ഫേവർ. അപ്പോൾ ആ സമയത്ത് somebody has to do something, somebody who knew about this fact. അപ്പോൾ പബ്ലിക് ഇമോഷൻസ് ഇപ്പോൾ ഇന്ത്യയിലും എല്ലാവരും വിചാരിച്ചു നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇയാൾ ചെയ്തത്. ബ്രിട്ടീഷുകാർ സഡൻലി ഫെൽറ്റ് അൺസേഫ് അഗെയിൻ. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഇടയിൽ ലേർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ എലിമെൻറ്റ്സ്. അങ്ങനെ പറഞ്ഞു അതങ്ങനെ ഒരു ഇതാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ചിത്രീകരിക്കും പോലെ അല്ല എൻറ്റയർലി. അതും വാസ്തവമാണ്. എന്ന് വെച്ചാൽ അവിടെ ഒരു പീസ്ഫുൾ മീറ്റിംഗ് എന്ന് പറയുന്നു, പക്ഷേ ഒരു ക്രൗഡ്, ഇത് മാർഷ്യൽ ലോ ഇമ്പോസ്ഡ് ആയിട്ടുള്ള സമയമാണ്. 4 പേര് കൂടി ഇരുന്ന് സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ 10,000 പേര് ഒരിടത്ത് കൂടിയാൽ അത് എന്തിനാണെന്നുള്ളതൊരു ഡൗട്ട് വരുമല്ലോ. ക്രോളിംഗ് ഓർഡറൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ ഇയാളിത് ചെയ്തതിന് വേണ്ടി എല്ലാ സപ്പോർട്ട് പോയ സമയത്ത് ഇവിടെ ഇന്ത്യൻ ലീഡർഷിപ്പിന് പോലും ഒന്നും പറയാൻ വയ്യ. ഇവരുടെ ഇത് മനസ്സിലാക്കി. അപ്പോഴും ബ്രേവായിട്ട് സംസാരിച്ച ഒരാളാണ് ശങ്കരൻ നായർ. ഐ മീൻ ടാഗോറും ശങ്കരൻ നായരാണ് ഫസ്റ്റ്. ടാഗോർ നൈറ്റ്ഹുഡൊക്കെ റിട്ടേൺ ചെയ്തു, രവീന്ദ്രനാഥ് ടാഗോർ. ബിക്കോസ് ഈ ഇന്ത്യൻ നാഷണൽ ആന്തം എഴുതിയ ആളാണ്. ഇന്ത്യൻ നാഷണൽ ആന്തം ഈ ജനഗണമന അധിനായക ജയ ഹേ ഭാരത് ഭാഗ്യവിധാത. ആ ഭാഗ്യവിധാത എന്ന് പറഞ്ഞാൽ കിങ്ങിനെ ഉദ്ദേശിച്ചാണ് എഴുതിയത്. ഡൽഹി ഡർബാർ ടൈമിൽ കമ്പോസ് ചെയ്ത പോയമാണ്. അതിലൊക്കെ വിശ്വാസം അർപ്പിച്ച് അവർ വളരെ നിഷ്പക്ഷമായിട്ട് കാര്യം, റിലീജിയനിലൊന്നും ഇടപെടാതെ ഈക്വലായിട്ട് ഹിന്ദുസിനെയും മുസ്ലിംസിനെയും ഇന്ത്യൻ ക്രിസ്ത്യൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്ത് ആ റിലീജിയൻ പൊളിറ്റിക്സിൽ അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു ഘടകമാവാതെ സൂക്ഷിച്ചിരുന്ന ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് അത് വളരെ ഇഷ്ടപ്പെട്ട് അതിനോട് എഗ്രി ചെയ്ത് അതിൻ്റെ നല്ല കാര്യങ്ങൾ എഗ്രി ചെയ്ത് തെറ്റായ കാര്യങ്ങൾ വിമർശിച്ചിരുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നവരുടെ വിശ്വാസവും അതിൽ സഡൻലി ഷേക്കായി. ബ്രിട്ടീഷുകാരുടെ വിശ്വാസം പോയി, ഇവരുടെ വിശ്വാസം. ആ സമയത്താണ് ഈ ഇത് വരുന്നത്, ശങ്കരൻ നായരുടെ ഫേമസ് റെസിഗ്നേഷൻ ആൻഡ് സോ ഓൺ. അത് നിങ്ങൾ ഓർക്കണം ഒരു കാര്യം, ഇന്ത്യക്കാരന് അപ്രാപ്യമായ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഒരു നിമിഷം ഒരു കണ്ണിമയുടെ നേരത്തിലിടയ്ക്ക് ഒരു കഷ്ണം കടലാസിൽ രാജി എഴുതി വെച്ച് നാട്ടിലേക്ക് മടങ്ങി. 1919 ജൂലൈ 23 ചേറ്റൂർ ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു. പദവിയിൽ തുടരാനായി അന്നത്തെ വൈസ്രോയ് ലോർഡ് ചെംസ്ഫോർഡ്
ഏറെ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. സിംലയിൽ നിന്നും തിരിച്ചു മദ്രാസിലേക്കുള്ള യാത്രയിൽ മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിലടക്കമുള്ള പല റെയിൽവേ സ്റ്റേഷനുകളിലും ഒരു സംഘടനയുടെയും ആഹ്വാനമില്ലാതെ തന്നെ വൻ ജനക്കൂട്ടങ്ങൾ അദ്ദേഹത്തെ കാണാനും സ്വീകരിക്കാനുമെത്തി. അദ്ദേഹത്തിൻ്റെ രാജി രാജ്യമാകെ കോളിളക്കം സൃഷ്ടിച്ചു. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയായിരുന്നു അത്. 3 ദിവസങ്ങൾക്കുള്ളിൽ പഞ്ചാബിൽ ഏർപ്പെടുത്തിയിരുന്ന പത്രങ്ങളുടെ സെൻസർഷിപ്പ് എടുത്തു കളഞ്ഞു. ശങ്കരൻ നായർ രാജിവെച്ച് 4-ാം ദിവസം പഞ്ചാബ് ഗവർണർ മൈക്കൽ ഒഡെയർ പഞ്ചാബിൽ നടപ്പിലാക്കിയിരുന്ന പട്ടാള നിയമം പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 2 ആഴ്ചയ്ക്കകം അത് നടപ്പിലാക്കുകയും ചെയ്തു. ശങ്കരൻ നായരുടെ രാജിയിൽ ഞെട്ടിപ്പോയ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വിൻ സാമുവൽ മോണ്ടെഗ്യൂ വൈസ്രോയ് ചെംസ്ഫോർഡിനോട് പഞ്ചാബിലെ സംഭവങ്ങളെക്കുറിച്ച് ഔദ്യോഗികമായി അന്വേഷിക്കുവാൻ ആവശ്യപ്പെട്ടു. മനസ്സിലാ മനസ്സോടെ വൈസ്രോയ് 1919 ഒക്ടോബറിൽ ലോർഡ് വില്യം ഹണ്ടറിൻ്റെ അധ്യക്ഷതയിൽ 8 അംഗങ്ങളുള്ള ഹണ്ടർ കമ്മിറ്റിയെ നിയമിച്ചു. അവർ ഡൽഹിയിലും അഹമ്മദാബാദിലും ബോംബെയിലും ലാഹോറിലും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി. ഇവയിലൂടെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ ലഭിച്ചു തുടങ്ങിയതോടെ എഡ്വിൻ മോണ്ടെഗ്യൂ ഇംഗ്ലണ്ടിൽ ഒരു പാർലമെന്ററി സമിതി രൂപീകരിക്കാൻ തീരുമാനിക്കുകയും ഈ സമിതിക്ക് മുമ്പാകെ തെളിവ് കൊടുക്കാൻ ശങ്കരൻ നായരെ ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇനി ഒരിക്കലും മറ്റൊരു ജാലിയൻ വാലാബാഗ് ആവർത്തിക്കരുത് എന്ന് ആഗ്രഹിച്ച ശങ്കരൻ നായർ ഈ അവസരത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ നിശ്ചയിച്ചു. ലണ്ടനിലെത്തിയ അദ്ദേഹം പത്രമാധ്യമങ്ങളിലൂടെ ജാലിയൻ വാലാബാഗിൽ സംഭവിച്ച നരഹത്യയെക്കുറിച്ചുള്ള യഥാർത്ഥ അവബോധം ബ്രിട്ടീഷ് പൊതുസമൂഹത്തിലെത്തിച്ചു. മോണ്ടെഗ്യൂ ആഗ്രഹിച്ച പോലെ പാർലമെന്റിൽ ചെല്ലാനൊന്നും ശങ്കരൻ നായർ താൽപ്പര്യം കാണിച്ചില്ല. എന്നാൽ അല്പ ദിവസങ്ങൾക്ക് ശേഷം മോണ്ടെഗ്യൂ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ കൗൺസിലിൽ ഒരംഗമാകാൻ ശങ്കരൻ നായരെ ക്ഷണിച്ചു. മാതൃരാജ്യത്തിനു വേണ്ടി പോരാടാൻ ഇത് ഒരു മികച്ച അവസരമാണെന്ന് മനസ്സിലാക്കിയ ശങ്കരൻ നായർ 1920 ജനുവരി 2 ആ അംഗത്വം സ്വീകരിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യൻ സർക്കാരിൻ്റെ പഞ്ചാബ് സംഭവങ്ങളുടെ ഔദ്യോഗിക വിശദീകരണം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിൽ എത്തിയപ്പോൾ നായർ ഒഴിച്ചുള്ള ബാക്കി അംഗങ്ങളെല്ലാവരും സർക്കാരിൻ്റെ വിശദീകരണത്തെ അംഗീകരിച്ചു. അദ്ദേഹം പഞ്ചാബിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ചെയ്തികളെ അപലപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയത്. എങ്കിലും അനുകൂലമായ ഫലങ്ങളൊന്നും ഉണ്ടായില്ല. വലിയൊരളവ് വരെ ബ്രിട്ടനിലെ ബഹുജന അഭിപ്രായം ഇവിടുത്തെ വൈസ്രോയ്ക്കും വൈസ്രോയുടെ കൗൺസിലിനും ഈ ബ്രിട്ടീഷ് ഭരണകൂടത്തിനും എതിരായി മാറുന്നത് അതായത് ശങ്കരൻ നായർ ഇംഗ്ലണ്ടിൽ പോയിട്ട് അവിടുത്തെ പത്രക്കാരോടും അവിടുത്തെ പാർലമെൻറ്റ് അംഗങ്ങളോടും സംസാരിക്കുമ്പോഴാണ്. ഹണ്ടർ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് 1920 ഏപ്രിൽ 10 ജനറൽ ഡയർ ഉദ്യോഗത്തിൽ നിന്നും താൽക്കാലികമായി മാറ്റി നിർത്തപ്പെട്ടു. മെയ് മാസത്തിൽ ഇംഗ്ലണ്ടിലെത്തിയ ശേഷം ജോലിയിൽ നിന്നും രാജിവെക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു. നിരാശനും രോഗാതുരനുമായ ഡയർ അനവധി പക്ഷാഘാതങ്ങൾക്കും ഹൃദ്രോഗത്തിനും ഇരയായി. സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട് താൻ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് നിരന്തരം സംശയിച്ച് ജീവച്ഛവമായി നാളുകൾ തള്ളി നീക്കി ഒടുവിൽ 1927 മരണമടഞ്ഞു. മോണ്ടെഗ്യൂ നിർദ്ദേശിച്ച ഭരണപരിഷ്കാരങ്ങളിൽ തീരെ താൽപ്പര്യമില്ലാത്ത ലോർഡ് റീഡിംഗ് ഇന്ത്യയുടെ വൈസ്രോയ് ആയതോടുകൂടി ഇംഗ്ലണ്ടിൽ നിന്നുകൊണ്ട് കാര്യമായി ഒന്നും ചെയ്യാനില്ലെന്ന തിരിച്ചറിവ് ശങ്കരൻ നായർക്കുണ്ടായി. കൗൺസിൽ മെമ്പർ സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലെത്തിയ ശങ്കരൻ നായർ കണ്ടത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ്. രാജ്യത്തെ രാഷ്ട്രീയ ചിത്രം ആകെ മാറിക്കഴിഞ്ഞിരുന്നു. ഗാന്ധിജി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി തീർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് വലിയ ജനപിന്തുണ ലഭിച്ചു കഴിഞ്ഞു. രാജ്യം മുഴുവനും ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം പടർന്നു പിടിച്ചിരുന്നു. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി സഹോദരന്മാരുടെ ഖിലാഫത്ത് പ്രസ്ഥാനവും കോൺഗ്രസും കൈകോർത്തു പോകുന്ന കാലമായിരുന്നു. 1922 ജനുവരി 16 സർവകക്ഷി സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു ശങ്കരൻ നായർ. ബ്രിട്ടീഷ് സർക്കാരുമായി ഒത്തുതീർപ്പിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു സമ്മേളനത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം. ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഗാന്ധിജി വെട്ടിത്തുറന്നു പറഞ്ഞ നിരവധി ആവശ്യങ്ങൾ കേട്ടപ്പോൾ സർക്കാരുമായി ഒത്തുതീർപ്പിനുള്ള ഒരു സാധ്യതയും കാണുവാൻ ശങ്കരൻ നായർക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം സമ്മേളനം പിരിച്ചുവിടുകയും അധ്യക്ഷസ്ഥാനം രാജിവെക്കുകയും ചെയ്തു. നിയമലംഘനം നടത്തുന്നത് ഭരണഘടനാനുസൃത സ്വാതന്ത്ര്യവാദിയായ അദ്ദേഹത്തിന് യോജിക്കാനായില്ല. ഗാന്ധിജിയുടെ നിയമലംഘന പ്രസ്ഥാനം രാജ്യത്ത് നിയമവാഴ്ചയെ അനുസരിക്കാത്ത ഒരു ജനതയെ വാർത്തെടുക്കുമെന്നും അരാജകത്വം സൃഷ്ടിക്കുമെന്നും മിതവാദിയും നിയമജ്ഞനുമായ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. കാലം അദ്ദേഹത്തെ ശരിവെച്ചു. ഖിലാഫത്തിനെ കൂട്ടുപിടിച്ചുള്ള ഗാന്ധിജിയുടെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തനങ്ങൾ മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തുമ്പോൾ രൂപപ്പെട്ടുവരുന്ന ഭാവിയിലെ വർഗീയതയുടെ വിഷവിത്ത് വളർന്നു വരുന്നത് അദ്ദേഹം മുൻകൂട്ടി കണ്ടു. 1921 മലബാറിലെ മാപ്പിള ലഹള അദ്ദേഹത്തിൻ്റെ ആശങ്കകളെ ശരിവെച്ചു. ഇന്ത്യയിലെ വർഗീയവൽക്കരണത്തിൻ്റെ സുവ്യക്തമായ ആദ്യ അടയാളമായാണ് അദ്ദേഹം ആ കലാപത്തെ കണ്ടത്. ഗാന്ധിജിയുടെ പിടിവാശികളോടെയുള്ള പല നയങ്ങളിലും ശങ്കരൻ നായർ അസന്തുഷ്ടനായി.
നിസ്സഹകരണ പ്രസ്ഥാനം പലപ്പോഴും അക്രമാസക്തമായി. 1922 ഫെബ്രുവരി 22 ഇന്നത്തെ ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിലെ പ്രക്ഷോഭകാരികൾ അക്രമാസക്തരാവുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷന് തീയിട്ട് 22 പോലീസുകാരെ ചുട്ടുകൊല്ലുകയും അതിനിടയിൽ 3 നാട്ടുകാർ കൊല്ലപ്പെടുകയും ചെയ്തു. അതേ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ഗാന്ധിജി നിർബന്ധിതനായി. ഈ ഇവിടെ നോൺ കോഓപ്പറേഷനും ഖിലാഫത്തിനുമായിട്ട് അലി സഹോദരന്മാരും മഹാത്മാഗാന്ധിജിയും മലബാറിൽ വന്നാൽ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ശങ്കരൻ നായർ മദ്രാസ് ഗവർണറോട് പറഞ്ഞത്. ഇതിനകത്തെ അപകടമെന്ന് പറയുന്നത് ഖിലാഫത്ത് ഒരു റിലീജിയസ് ഇഷ്യൂ ആണ്, ഒരു മതസംബന്ധമായൊരു വിഷയമാണ്. നോൺ കോഓപ്പറേഷൻ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ ഈ മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിയോജിപ്പിച്ചാൽ അത് ഭാവിയിൽ വർഗീയതയ്ക്ക് വഴിയൊരുക്കും. ഇതായിരുന്നു ശങ്കരൻ നായരുടെ വാദം. ഇത് ഒരു കാലവും ചരിത്രവും ശങ്കരൻ നായരുടെ യുക്തിയും ശങ്കരൻ നായരുടെ രാഷ്ട്രീയ ദർശനങ്ങളും ഭരണപരിചയവും ഒക്കെ ശരിയായിരുന്നു, ആണ് ശരി എന്ന് തെളിയിച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? ഈ കോൺഗ്രസിനകത്ത് തന്നെ ആളുകൾ മോട്ടിലാലിൻ്റെയും വിതൽ ഭായ് പട്ടേലിൻ്റെയും ചിന്തരഞ്ജൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇലക്ഷന് മത്സരിക്കുകയും അല്ലേ, അങ്ങനെയല്ലേ സംഭവിച്ചത്? സ്വരാജ് പാർട്ടി ഉണ്ടാകുകയും ഇലക്ഷന് മത്സരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ നമ്മൾ ഈ ഖിലാഫത്തും നോൺ കോഓപ്പറേഷനും കൊണ്ട് നമ്മൾ ഒരടി മുന്നോട്ട് വയ്ക്കുകയും 4 അടി പുറകോട്ട് ചാടുകയാണ് ചെയ്തത്. വൈകാതെ നാട്ടുരാജ്യമായ ഇൻഡോറിലെ യശ്വന്തറാവു ഹോൾക്കർ രണ്ടാമൻ മഹാരാജാവിൻ്റെ ദിവാനായി ശങ്കരൻ നായർ നിയമിതനായി. അവിടെ വെച്ചാണ് അദ്ദേഹം ഗാന്ധി ആൻഡ് അനാർക്കി അഥവാ ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതുന്നത്. 1922 മാർച്ചിൽ ഹോൾക്കർ സ്റ്റേറ്റ് ഇലക്ട്രിക് പ്രസ് ആയിരുന്നു ആ പുസ്തകം പ്രസാദനം ചെയ്തത്. വിവാദ വിഷയമായി തീർന്ന ഈ കൃതി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചു. നിരവധി പതിപ്പുകൾ പുറത്തിറങ്ങി. ഗാന്ധിജിയെ ദൈവമായി കണ്ടിരുന്ന ദേശീയ നേതാക്കൾക്ക് ശങ്കരൻ നായരുടെ ഗാന്ധി വിമർശനങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പലരും അദ്ദേഹത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു, പലരും അകന്നു. കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ അദ്ദേഹത്തിന് അയിത്തം കൽപ്പിച്ചു. പക്ഷേ ശങ്കരൻ നായർ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നു. കേരളത്തിൽ നിന്ന് ഇന്നോളം ഉണ്ടായ ഒരേയൊരു കോൺഗ്രസ് പ്രസിഡൻറ്റും കൂടിയായിരുന്നു ശങ്കരൻ നായർ, നമ്മൾ ഓർക്കണം. എന്നത് ഗാന്ധിജിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം വന്നു. കാരണം അന്ന് കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് വന്നു. അതിൽ MG റാനഡെ, ഗോഖലെ, സുരേന്ദ്രനാഥ് ബാനർജി ഇങ്ങനെ ചിലരൊക്കെ ഈ സിവിൽ ഡിസൊബീഡിയൻസിന് എതിർപ്പ് കാണിച്ചു. അങ്ങനെയായിട്ടാണ് ഗാന്ധിജിയായിട്ട് ഒരു വ്യത്യാസം വരുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ശക്തമായിട്ട് ഗാന്ധി ആൻഡ് അനാർക്കി എന്നുള്ളൊരു പുസ്തകത്തിൽ എഴുതുകയും ചെയ്തു. ഒരുപാട് കാലം അത് ബാൻഡൊക്കെ ആയിരുന്നു. പിന്നീട് അതിപ്പോൾ രണ്ടാമതും അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. ഹി റോട്ട് ഇൻ ദ ബുക്ക് വെരി ക്ലിയർലി. ആ ഒരു സെയിം സിസ്റ്റം ഓഫ് ആനർക്കിയാണ് അന്നത്തെ ഈ ന്യൂ ലീഡർഷിപ്പ് ഓഫ് ദ കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടി ഏർലി പീരിയഡിൽ ഈ ക്രേവിൻ ഹ്യൂമും അതിനുശേഷമുള്ള ലീഡർ സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് ഈ മിസ്സസ് ബെസന്റ് ആൻഡ് സോ ഓൺ ആ മദ്രാസ് ബേസ്ഡ് ആയിരുന്നു. അന്ന് ജിന്ന പോലും എക്സ്ട്രീംലി വേഴ്സറ്റൈൽ മാൻ, അഗെയിൻ ഒരു ലോയറാണ്. അതിൻ്റെ കാര്യം മീൻസ് പിന്നെ അത് ഹിസ്റ്ററി മാറി. എന്നാലും എക്സ്ട്രീംലി ടാലൻറ്റഡ് മാൻ ലൈക്ക് ശങ്കരൻ നായർ. അവർ രണ്ടുപേരും തമ്മിൽ അറിയായിരുന്നു. ജിന്ന വാസ് ബേസ്ഡ്, ഹിസ് ഓഫീസ് ഇൻ ഇന്ത്യ വാസ് ഇൻ മദ്രാസ്. മദ്രാസിലാണ് ഈ പൊളിറ്റിക്കൽ മീറ്റിംഗ്സിന് വേണ്ടി വന്നിരുന്നത്. മദ്രാസിലായിരുന്നു. അവിടെ വെച്ചായിരുന്നു ഇതിൻ്റെ സെൻറ്റർ മുഴുവൻ. അവിടുത്തെ ഒരു ബിഗ് ഫിഗർ ആയിരുന്നു ശങ്കരൻ നായർ അന്ന്. മിസ്സസ് ബെസന്റ് ശങ്കരൻ നായർ സോ ഓൺ. അവരുടെ വീടുകളിൽ വെച്ചാണ് മീറ്റിംഗ് നടത്തുകൊണ്ടിരുന്നത്. ഈ ലിൻവുഡിലും ഈ അടിയാറിലെ അവരുടെ ഇതിലും വെച്ചൊക്കെയാണ് മീറ്റിംഗ്സ് നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് സഡൻലി അതിൻ്റെ ഒരു ഷിഫ്റ്റാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഈ ഒരു ഇഷ്യൂ വരുന്നത്, ജാലിയൻ വാലാബാഗ്. ആ സമയത്ത് ശങ്കരൻ നായർ ഈ കോൺഗ്രസിൻ്റെ പുതിയ ചേഞ്ചസും ക്രിട്ടിസൈസ് ചെയ്തു. അത് അഗെയിൻ എക്സ്ട്രീം ആക്ട് ഓഫ് ബ്രേവറി അറ്റ് എ ടൈം വെൻ പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഇന്ത്യ ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഓൺ കോൺഗ്രസ് ഫേവർ ആൻഡ് റിട്ടാലിയേഷൻ ചെയ്യണം, റിവോൾട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു എലമെൻറ്റ്സ് ഇപ്പോൾ ഗാന്ധിജി പ്രീച്ച് നോൺ വയലൻസ്, പക്ഷേ അതിനകത്തുണ്ടായിരുന്ന ഈ പൊളിറ്റിക്കൽ മീറ്റിംഗ്സ് യൂഷ്വലി എൻഡഡ് അപ്പ് ഇൻ ബ്ലഡി വയലൻസ്. കസേര എടുത്ത് അടിച്ചു തുടങ്ങി ആൾക്കാരും അത് ഈ ബ്ലഡ് വരുന്ന രീതിയിലാക്കി എടുത്തിരുന്നു. അപ്പോൾ അത് ഗാന്ധിജി അതുകൊണ്ടാണ് ഹി യൂസ്ഡ് ടു കോൾ ഓഫ് ഹിസ് ഫാസ്റ്റ് ബിഫോർ, എന്നുവെച്ചാൽ അത് യൂഷ്വലി ഇറ്റ് എൻഡഡ് അപ്പ് ഇൻ വയലൻസ്. അപ്പോൾ അതുകൊണ്ടാണ് ഗാന്ധി ആ സമയത്ത് ഈ ഗാന്ധി പ്രൊമോട്ട് ചെയ്യുന്ന സിസ്റ്റം എല്ലാവർക്കും എഗ്രിയബിൾ അല്ല, ആനർക്കി ആവും, ഇറ്റ് വിൽ എൻഡ് അപ്പ് ദർ. ഇപ്പോഴത്തെ ഒരു സിസ്റ്റം മാറും. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു പൊളിറ്റിക്സ് ഒരിക്കലും പ്രീച്ച്. ഗാന്ധിജി പ്രീച്ച്ഡ് ഹിസ് മെത്തേഡ്സ്
ഈ അഹിംസ മെത്തേഡ് പ്രീച്ച് ചെയ്തു. പക്ഷെ അത് ശേഷം എന്തൊരു സിസ്റ്റം ഉണ്ടാക്കണമെന്നുള്ള കാര്യത്തിൽ മാത്രം അതിനൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. എന്തായാലും ഗാന്ധിജിയെ അദ്ദേഹം വിമർശിക്കുന്നത് ഗാന്ധിജിയുടെ മുഴുവൻ ദർശനങ്ങളെ എടുത്താൽ ആ ദർശനങ്ങളുടെയൊക്കെ ഒരു ആണിക്കല്ലെന്ന് പറയുന്നത് 1909 ഇറക്കിയ ഹിന്ദ് സ്വരാജ് എന്ന കൃതിയാണ്. ആ ഹിന്ദ് സ്വരാജ് എന്നതിൽ ഗാന്ധിജി പിന്നീട് ഇന്നിപ്പോൾ ആയിരക്കണക്കിന് പുസ്തകങ്ങളിലായി ഗാന്ധി ദർശനം എന്ന പേരിൽ വരുന്നതിൻ്റെ ഒക്കെ ബീജം എന്ന് പറയുന്ന ആ ഒരു ചെറിയ ബുക്കിലാണുള്ളത്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊന്നും വായിക്കേണ്ട. ആ ബുക്ക് വളരെ ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിൽ വളരെ ലളിതമാണ്. അപ്പോൾ ആ കൃതിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ശങ്കരൻ നായർ ഗാന്ധിയെ വിമർശിക്കുന്നത്. അങ്ങനെ വിമർശിക്കുമ്പോൾ പ്രധാനമായിട്ടും ആദ്യത്തെ കുട്ടികളോട് സ്കൂളും കോളേജുകളും ഒക്കെ ഉപേക്ഷിക്കാൻ ഗാന്ധിജി പറയുകയാണ്. അങ്ങനെ സ്കൂളും കോളേജുകളും കുട്ടികൾ ഉപേക്ഷിച്ച് പുറത്തു വന്നാൽ വിദ്യാഭ്യാസം കൊണ്ട് കരുത്തരാകേണ്ടത് ആരാണ്? സാധാരണക്കാരാണ്. അപ്പോൾ പ്രമാണിക്കും സമ്പന്നനും അവന് അതുകൊണ്ട് നഷ്ടമൊന്നും സംഭവിക്കാൻ പോകില്ല. സാധാരണക്കാർക്കും പാവപ്പെട്ടവരുമാണ് വിദ്യാഭ്യാസത്തിലൂടെ ശക്തരായി മാറേണ്ടത്. അവരുടെ അവസരമാണ് ഇല്ലാതാകുന്നത്. അതുപോലെ ലോയേഴ്സിനോട് കോടതികൾ ഉപേക്ഷിച്ച് പുറത്തു വരാൻ പറയുമ്പോൾ നീതി നിഷേധിക്കപ്പെടുന്നത് ആർക്കാണ്? കോടതികൾ ഉപേക്ഷിച്ചാൽ നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണല്ലോ കോടതികളുടെ അടുത്ത് പോകുന്നത്. ആ നീതി നിഷേധിക്കുന്ന ആർക്കാണ്? സാധാരണക്കാർക്കാണ്. ഈ പറഞ്ഞ പോലെ പ്രമാണിക്കും സമ്പന്നനും നീതി അവരുടെ കൂടെയാണ് എപ്പോഴും. നീതിയും നിയമമൊക്കെ അവരുടെ കൂടെയാണ്. അപ്പോൾ അത് മണ്ടത്തരമാണ്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളോട് സമരത്തിന് ഇറക്കുന്നത് വിത്തെടുത്ത് ഉണ്ണുന്നതിന് സമമാണ് എന്ന് ശങ്കരൻ നായർ പറഞ്ഞു. അപ്പോൾ രാജാജിയാണ് പറഞ്ഞത് പട്ടിണി കിടന്ന് ചാവാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇത് വിത്തെടുത്തും ഉണ്ണാം, ജീവൻ നിലനിർത്തണ്ടേ എന്നുള്ള രീതിയിൽ മറുപടി പറയുന്നത് രാജാജിയാണ്. ശങ്കരൻ നായരും ഗാന്ധിജിയായിട്ട് ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് സിവിൽ ഡിസോബിയഡിയൻസ്, ഗവൺമെൻറ്റിനെ അനുസരിക്കാതിരിക്കുക, നികുതി കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു പ്രക്ഷോഭം ഗാന്ധിജി കൊണ്ടുവന്ന സമയത്ത് ശങ്കരൻ നായർ പറഞ്ഞു, ഇത് കാലക്രമത്തിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അഥവാ ഏഷ്യൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം ഒരു ചരിത്ര ദൗത്യമാണ്. ഇന്നോ നാളെയോ മറ്റൊരു ദിവസമോ അത് ഒരു യാഥാർത്ഥ്യമാകും. അത് വരുമ്പോൾ ഈ സത്യാഗ്രഹം നിങ്ങൾക്ക് ശാപമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടാണ് ഗാന്ധിജിയുമായിട്ട് വഴിപിരിയുന്നത്. ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിച്ച് പരസ്പര സ്നേഹത്തോടുകൂടി വർത്തിച്ച് അവരവിടെ വെച്ചിട്ട് വഴിപിരിയുന്നു. ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുമ്പോഴും ആ ഭരണത്തിൻ്റെ കസേരയിലിരിക്കുന്ന വ്യക്തിയെ വിദ്വേഷം തോന്നാതിരിക്കുക, ഒരു ചെകുറ്റത്തടിച്ചാൽ മറുചെകിട് കാണിച്ചു കൊടുക്കുക, ഇതൊക്കെ ഒരു സന്യാസിക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാനാണ് ഒരു ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ സമരം ചെയ്യുന്നു. എന്നെ ആ മറ്റൊരാൾ അത് ആർക്കെതിരെയാണോ സമരം ചെയ്യുന്നത് അവരെന്നെ കായികമായി നേരിടുന്നു. ഞാനവരെ തിരിച്ചടിച്ചില്ലെങ്കിലും സമൂഹം ഇത് കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ നിയമം കയ്യിലെടുക്കും. അപ്പോൾ ഏത് തരത്തിലുള്ള നിയമം കയ്യിലെടുക്കലും അപകടമാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള തീവ്രവാദത്തെയും ഈ ഭരണഘടനാനുസൃത സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കൾ അതിനെതിരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ അടിസ്ഥാന അഹിംസാ സിദ്ധാന്തത്തെ പോലും ശങ്കരൻ നായർ വെല്ലുവിളിക്കുകയാണ്. വളരെ ബേസിക്കായിട്ട് ശങ്കരൻ നായർ ഗാന്ധിയൻ പ്രിൻസിപ്പലിനെ വെല്ലുവിളിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ഗാന്ധിജി പറയുന്നത്, ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നിയമം നിങ്ങളുടെ ധാർമ്മിക ബോധത്തിനെതിരാണെങ്കിൽ അതിനെ ലംഘിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത്. അപ്പോൾ ഈ ലോകത്തെ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഒരു നിയമത്തിന് നിലനിൽക്കാൻ പറ്റുമോ? ഓരോരുത്തർക്കും ഈ എന്താണ് അവരുടെ നീതിയും ധർമ്മവും അവരുടെ വ്യക്തികളുടെ ബോധ്യത്തിനും അനുസരിച്ചാണെങ്കിൽ സമൂഹത്തെ ഒരു നിയമത്തിനും നിലനിൽക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് വളരെ ശാസ്ത്രീയമായിട്ട് യുക്തിഭദ്രമായിട്ടാണ് ഗാന്ധിജിയെ ശങ്കരൻ നായർ വിമർശിക്കുന്നത്. ഗാന്ധി പക്ഷേ കാലാതീതമായ ദർശനമാണ് ഗാന്ധിയുടെ, അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത് മണ്ടത്തരമാണ്. അപ്പോൾ നമ്മൾ ഗാന്ധിജി ഒരു പ്രവാചകനോ ഒരു സന്യാസിയോ ഒക്കെയാണ്. കാലാതീതമായി ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ് ഗാന്ധി പറഞ്ഞ കാര്യം, ഇന്ന് പ്രസക്തമാണ്. പക്ഷേ ആ അന്നത്തെ കാലികമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇതൊരു വലിയ മണ്ടത്തരമായിരുന്നു എന്നുള്ളതാണ് ശങ്കരൻ നായർ പറയുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ ഗാന്ധിജി ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത്
എന്നാൽ അത് ആരും ഒന്നും ചെയ്തില്ല. ഗാന്ധിജിയുടെ മഹാമനസ്കത എന്ന് പറയാം. പക്ഷേ ഗവർണർ ഓഫ് മദ്രാസ് ഓഡ്വയർ got it. മൈക്കിൾ ഓഡ്വയർ took it personally and അവിടെ ഒരു കേസ് ഫയൽ ചെയ്തു. 1924 തികച്ചും അപ്രതീക്ഷിതമായ ഒരു സംഭവമുണ്ടായി. 1919 കാലത്ത് റൗലറ്റ് ആക്ടിന്റെ മറവിൽ പഞ്ചാബിൽ ജാലിയൻ വാലാബാഗ് അടക്കമുള്ള കൊടും ക്രൂരതകൾക്ക് അരങ്ങൊരുക്കി കൊടുത്തത് അന്നത്തെ പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണർ സർ മൈക്കൽ ഒഡെയർ ആണെന്ന് ശങ്കരൻ നായർ ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകത്തിൽ എഴുതിയിരുന്നു. 1922 ജൂൺ മാസത്തിൽ ഇത് വായിച്ച ഒഡെയർ ശങ്കരൻ നായർ പുസ്തകം പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. നായർ അത് തള്ളിക്കളഞ്ഞു. തന്റെ പേരിലുള്ള കളങ്കങ്ങൾ പൊതുജനത്തിന് മുന്നിൽ കഴുകിക്കളയാൻ ഇതൊരു ഒന്നാന്തരം അവസരമായി കണ്ട ഒഡെയർ ഇംഗ്ലണ്ടിലെ പരമോന്നത നീതിപീഠമായ കിങ്സ് ബെഞ്ചിൽ തന്നെ ശങ്കരൻ നായർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. 1924 ഏപ്രിൽ 30 ലോകശ്രദ്ധ ആകർഷിച്ച ഈ കേസിൽ വാദങ്ങൾ തുടങ്ങി. അക്കാലത്തെ ഏറ്റവും ദീർഘമായ സിവിൽ കേസിന്റെ തുടക്കമായിരുന്നു അത്. 5.5 ആഴ്ചക്കാലം തിങ്ങി നിറഞ്ഞ കോടതി മുറിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. 12 അംഗ ജൂറിയിൽ എല്ലാവരും ഇംഗ്ലീഷുകാരായിരുന്നു. 9 പുരുഷന്മാരും 3 സ്ത്രീകളും. ജൂറിയുടെ അധ്യക്ഷനായ ജഡ്ജ് തികച്ചും ബ്രിട്ടീഷ് പക്ഷപാതിയായ ജസ്റ്റിസ് ഹെൻറി മെക്കാഡിയായിരുന്നു. ഒടുവിൽ മെക്കാഡി ശങ്കരൻ നായർക്കെതിരെ വിധി പറഞ്ഞു. 500 പവനും കേസ് നടത്തിപ്പിന്റെ ചിലവും ശങ്കരൻ നായർ ഒഡെയറിന് കൊടുക്കണം. ജൂറിയിലെ 11 പേരും ശങ്കരൻ നായർക്കെതിരായിരുന്നു. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ റീഡറായിരുന്ന വിശ്രുത സാമ്പത്തിക വിദഗ്ധനായ ഹാരോൾഡ് ലാസ്കി മാത്രമായിരുന്നു ശങ്കരൻ നായരെ അനുകൂലിച്ച ഏക ജൂറി മെമ്പർ. 1924 ജൂൺ 6 വിധിപ്രസ്താവന കേട്ട് കോടതി മുറിയിൽ നിന്നിറങ്ങിയ ശങ്കരൻ നായർ നനുത്ത ഒരു ചാറ്റൽ മഴയിൽ തന്റെ പ്രിയപത്നിയുടെ കയ്യും പിടിച്ച് താമസ സ്ഥലത്തേക്ക് തലയുയർത്തി സാവധാനം നടന്നുപോയി. It isn't that the British had committed no atrocities the rest of India, okay? They did, okay? But very little is known about them. For recently, we found out that there were atrocities committed in the Northeast India. 1,500 tribals were killed in Rajasthan. Nobody knows about this. Then how come so much information is available on Jallianwala Bagh so that we can have articles, books, movies made about it? The reason is because of this case. Now, obviously, the case he filed, Michael O'Dwyer, as you know, filed it in the UK in the highest benches, the King's benches. So, how then did Jallianwala Bagh get so much emphasis in this case? The reason is that all the witnesses had given testimony. It was about the massacre. What had Sir Michael O'Dwyer condoned? What had he allowed within his province? Okay, so they gave the witnesses gave all this information, and they brought about, highlighted the atrocities, the brutality, the whipping. Everything was brought in at this case. Now, this case became a sensational case, absolutely sensational. Law courts were packed to capacity and beyond. All right, there were Rajas and Maharajas who wanted to attend the hearing. But as there was no space, they had to sit with the judges. They sat on the dais with the judges. That's the fact. So obviously the press was there in full force, and not the press just from India or and England. There was a Singapore Straits Times, Jamaica Times, Canada and Canadian papers reported about it. Australian papers reported about it, and even papers in Europe, and the whole world got to know about what the British had done in India, in the Punjab. The atrocity. So now this got worldwide coverage because of the case, because it was coming. And you must remember that at that time, communication was extremely tedious. The press had to come in for the hearing and then send the reports telegraphically, right? By telegram. So it was not easy at all. And yet, believe me, there are daily reports of this case. It was perhaps the longest case of its time, 5.5 weeks. 5.5 weeks. That's right. And every day there was daily reports of what the occurrences in the that happened in the court. Top of all this, it was a hugely expensive case. It was very, very expensive to have English lawyers and go to run the proceedings. But Sir Nair did take it on this, and he was doing it all on his own. He had no sponsorship, as it were, or anybody funding him. So he used all his savings and even all that he had set aside for his children. He used it all in this case. Those of you who have read the case know that in spite of all this,
he lost, because you know it's a very biased case. And he knew that too. And that's why he never went in for an appeal and this, that, and the other. But what he got out of this case was that, one, he never apologized. He never had to apologize. He did pay a fine, but he never apologized. So he stuck by his statement that Sir Michael O'Dwyer was responsible for the massacre. And second thing was that he assured that never again in anywhere in the British Empire would there be such an incident like the massacre at Jallianwala Bagh. So those two things was what he was aiming at, and he got that, you know. And there was another effect also, Yeah. which was that this, the case gave a tremendous impetus to the Indian national movement, because Indians now realized that they could not trust Englishmen, and that Indians need to govern themselves, and that was the only way forward. So it gave a huge impetus Yep. to the national movement. ശങ്കരൻ നായർ കേസിൽ പരാജയപ്പെട്ടുവെങ്കിലും തന്റെ ആശയപ്രചാരണത്തിൽ വിജയിച്ചു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ക്രൂരതകളെക്കുറിച്ചെഴുതാനും ചർച്ചയാക്കാനും ആ കേസ് ലോകമാധ്യമങ്ങളെ പ്രേരിപ്പിച്ചു. ജാലിയൻവാലാബാഗിലെ കൂട്ടക്കൊല ലോകമനസാക്ഷിയെ ഞെട്ടിച്ചു. ഇംഗ്ലീഷ് കോടതിയിൽ തന്നെ കേസിൽ പൊരുതുക വഴി മറ്റൊരു ജാലിയൻവാലാബാഗ് ആവർത്തിക്കാൻ താൻ അനുവദിക്കില്ല എന്ന സ്വന്തം പ്രതിജ്ഞ ശങ്കരൻ നായർ നിറവേറ്റി. ശങ്കരൻ നായരെ തങ്ങളുടെ ഒരു വീരനായകനായി കണ്ടിരുന്ന പഞ്ചാബിലെ ജനങ്ങൾ ഇംഗ്ലണ്ടിലെ കോടതി വിധി അറിഞ്ഞ് ദുഃഖിതരും രോഷാകുലരുമായി. ഇന്നും ജാലിയൻവാലാബാഗിലെ മ്യൂസിയത്തിൽ ഉദ്ധം സിംഗിനൊപ്പം ശങ്കരൻ നായരുടെ പേരും കൊത്തിയ ഫലകം കാണാം. താൻ പ്രസിഡന്റായി നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയും സ്വന്തം നാട്ടുകാരുമടക്കം അദ്ദേഹത്തെ മറന്നുവെങ്കിലും. The case had really drained him. Mentally, because if you physically, he had been working on this case for about 3 years. Initially, after the case had been filed, he had gone to the Punjab and sat in where during a lot of these interviews, which later became the testimony for the case. And he was exhausted, and by then he was also he was very tired. So as a consequence of which, he spent a few months in England recuperating. He went, and after that he came back to India, but he had not lost his focus on working for the people of India. So he came back to Malabar, and he stood for election in the landowners' constituency in the Council of States, which he won, and he won overwhelmingly. And while there, he engineered two laws. One was the creation of a separate Tamil-speaking province with 10 districts in Malabar, or in Madras Presidency, and the other was that there should be no political reform going forward without without changing communal voting. So he didn't Because want communal he didn't want communal voting. He wanted Hindus and Muslims to be united, and this was something which concerned him very much later on throughout his life, because he saw the disharmony among them. Even till at the end, he was very saddened by the infighting, and it made him very sad. കേസിൽ ശങ്കരൻ നായർക്കെതിരെ അന്യായമായി വിധി പറഞ്ഞ ജഡ്ജ് മെക്കാഡി ഏകാഗിയും കടബാധിതനും കടുത്ത വിഷാദരോഗത്തിന് അടിമയുമായി 1933 ആത്മഹത്യ ചെയ്തു. ശങ്കരൻ നായരെ കേസിൽ തോൽപ്പിച്ച് നഷ്ടപ്പെട്ട പേര് തിരികെ നേടിയെന്ന് അഭിമാനിച്ചിരുന്ന മൈക്കൽ ഒഡയർ 1940 മാർച്ച് 13 ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട ഉദ്ധം സിംഗിന്റെ വെടിയേറ്റ് തൽക്ഷണം കൊല്ലപ്പെടുകയും ചെയ്തു. 1926 ഏപ്രിൽ മാസത്തിൽ ശങ്കരൻ നായരും പത്നി പാലാട്ട് കുഞ്ഞിമാളു അമ്മ എന്ന ലേഡി ശങ്കരൻ നായരും ഹിമാലയത്തിലെ പുണ്യക്ഷേത്രമായ ബദരീനാഥിലേക്ക് തീർത്ഥയാത്ര പോയി. ദർശനത്തിന് ശേഷം അന്ന് രാത്രി അവരവിടെ തങ്ങി. പിറ്റേന്ന് പ്രഭാതത്തിൽ ശങ്കരൻ നായർ പത്നിയെ ഉണർത്താൻ ശ്രമിച്ചെങ്കിലും അവർ അനന്തനിദ്രയിൽ ലയിച്ചിരുന്നു. അവരുടെ വിയോഗം അദ്ദേഹത്തെ ഉലച്ചുകളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശക്തിസ്രോതസ്സായി നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ വീടിൻ്റെ പൂർണ്ണ ചുമതല നിർവഹിച്ചും കൊണ്ട് അവരുടെ ഒരു പുത്രനെയും 5 പെൺമക്കളെയും വളർത്തി വലുതാക്കിയതും ആ മഹതിയായിരുന്നു. തുടർന്ന് 1926 നിലവിൽ വന്ന 2ാം കൗൺസിൽ ഓഫ് സ്റ്റേറ്റിലെ മദ്രാസിൽ നിന്നുള്ള അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശങ്കരൻ നായർ ഡൽഹിയിൽ തിരിച്ചെത്തി.
ഇന്ത്യയിലെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നിയമനിർമ്മാണ സഭയായ ദി ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഉപരിസഭയായിരുന്നു കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, ഇന്നത്തെ രാജ്യസഭയ്ക്ക് തുല്യം. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നറിയപ്പെടുന്ന മോണ്ടഗ്യൂ ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഭരണഘടനാ പരിഷ്കാരങ്ങളുടെ ഫലങ്ങളും പ്രവർത്തനങ്ങളും പരിശോധിക്കാനും നിർദ്ദേശിക്കാനും 10 വർഷത്തിനു ശേഷം ഒരു കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയക്കുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് തീരുമാനിച്ചിരുന്നതിലും 2 വർഷം മുമ്പ് തന്നെ 1928 ബ്രിട്ടീഷ് സർക്കാർ ബ്രിട്ടീഷ് പാർലമെന്റിലെ 7 അംഗങ്ങളടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിച്ചു. ദി ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന ഈ സമിതിയുടെ അധ്യക്ഷൻ സർ ജോൺ സൈമൺ ആയിരുന്നു. അതിനാൽ ഈ സമിതി സൈമൺ കമ്മീഷൻ എന്നും അറിയപ്പെട്ടു. ഇതിലെ അംഗങ്ങളിൽ ഒരാൾ ലേബർ പാർട്ടിയിലെ ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ഇന്ത്യയുടെ സ്വയംഭരണത്തെയും സ്വാതന്ത്ര്യത്തെയും എന്നും പിന്തുണച്ച അദ്ദേഹമായിരുന്നു ഭാരതം സ്വതന്ത്രമായപ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി. സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരനായ അംഗം പോലും ഇല്ലാത്തത് ദേശീയവാദികളെ ചൊടിപ്പിച്ചു. ഗാന്ധിയും നെഹ്റുവും ജിന്നയും കോൺഗ്രസും മുസ്ലിം ലീഗും സൈമൺ കമ്മീഷനെ എതിർക്കുകയും രാജ്യമെമ്പാടും ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തപ്പോൾ അംബേദ്കറും പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കരും സൈമൺ കമ്മീഷനെ പിന്തുണച്ചു. രാജ്യമെമ്പാടും ലാലാ ലജ്പത് റായ് സൃഷ്ടിച്ച സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം കൊണ്ട് മുഖരിതമായി. എന്നാൽ ശങ്കരൻ നായർ രാജ്യത്തിന്റെ സ്വയംഭരണത്തിലേക്കുള്ള യാത്രയിൽ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കുകയല്ല, സഹകരിക്കുകയാണ് വേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിച്ചു. വൈസ്രോയ് ലോർഡ് ഇർവിൻ സൈമൺ കമ്മീഷനെതിരെ പൊട്ടിപ്പുറപ്പെട്ട സമരങ്ങളുടെ വീര്യം കുറയ്ക്കാനും കമ്മീഷനുമായി സഹകരിച്ച് നിർദ്ദേശങ്ങൾ നൽകാനും ഇന്ത്യൻ സെൻട്രൽ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ശങ്കരൻ നായരെ അതിൻ്റെ അധ്യക്ഷനായി നിയമിച്ചു. ഭരണഘടനാനുസൃത മാർഗങ്ങളിലൂടെ കൂടുതൽ സ്വാതന്ത്ര്യം നേടിയെടുക്കുക വഴി പൂർണ്ണ സ്വാതന്ത്ര്യത്തിലെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതോടെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് അദ്ദേഹം കൂടുതൽ വെറുക്കപ്പെട്ടവനായി. ശങ്കരൻ നായരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി രാജ്യത്തിന് ഉടൻ ഡൊമിനിയൻ സ്റ്റാറ്റസ് അഥവാ പുത്രികാരാജ്യ പദവി നൽകണമെന്ന് ബ്രിട്ടീഷ് സർക്കാരിനോട് ശുപാർശ ചെയ്തു. ആ പദവി വൈകിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്നും അദ്ദേഹം സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ പ്രവിശ്യകൾക്ക് പൂർണ്ണ ഭരണ സ്വാതന്ത്ര്യം നൽകണമെന്നും കമ്മിറ്റി ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 1929 ഒക്ടോബർ 31 ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകുന്നത് തന്നെയാണ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് വൈസ്രോയ് ലോർഡ് ഇർവിൻ പ്രഖ്യാപിച്ചു. അതിന് 1930 ഫെബ്രുവരി മാസത്തിൽ ചേർന്ന കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ യോഗത്തിൽ ശങ്കരൻ നായർ ഒരു നന്ദി പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. അതോടെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കുള്ള തന്റെ ദൗത്യം പ്രായോഗികമായ അർത്ഥത്തിൽ വിജയിച്ചതായി അദ്ദേഹം കരുതി. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുകയും ചെയ്തു. ആ ഒരു സർക്കംസ്റ്റൻസസിലാണ് പിന്നെ കോൺഗ്രസ് എൻ്റെ പോളിസീസ് മാറ്റി. എൻറ്റയർ ഷിഫ്റ്റാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ. പിന്നെയാണ് ഈ സിവിൽ ഡിസൊബീഡിയൻസ്, ആ മൂവ്മെൻ്റ് ഒക്കെ വന്ന് വളരെ ഒരു വയലൻറ്റ് ബേസ്ഡ് ആയി. അവസാനം ആ പാർട്ടീഷൻ എന്ന ഒരു ബ്ലഡി നരകുരുതിയാണല്ലോ, എത്രയും പേര് 10 million പീപ്പിൾ. അപ്പോൾ ആ ഒരു ഇതിൽ വന്ന് എൻഡപ്പ് ചെയ്തത് ഇത് കാരണമാണ്. അപ്പോൾ ശങ്കരൻ നായർ പറഞ്ഞത് ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഓൾറെഡി ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് മെയ്ഡ് സെൽഫ് ഗവൺമെൻറ്റിൻ്റെ. ആ സെയിം സിറ്റുവേഷനാണ് കോൺഗ്രസ് പാർട്ടിക്ക് 47 അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നത്. 50 വരെ സെയിം സിറ്റുവേഷനാണ് അക്സെപ്റ്റ് ചെയ്ത് വന്നത്. വിത്ത് മച്ച് ലെസ് കാലിബറുള്ള ആൾക്കാരായിരുന്നു ആ സമയത്ത്. അത്രയേ ഉള്ളൂ പറയാം അതിൻ്റെ വ്യത്യാസം. ആ സെയിം സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാതെയാണ് 29 പൂർണ്ണ സ്വരാജ് വേണമെന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്തത്. സെയിം സിറ്റുവേഷൻ നെഹ്റു ഹാഡ് ടു സ്വെയർ അലീജിയൻസ് ടു ദ കിങ്. ഓൺ 47 നമ്മളിങ്ങനെ ഇൻഡിപെൻഡൻസ് കിട്ടുന്നു എന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ കാണിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്, മൗണ്ട് ബാറ്റനും രാജാജിയും ഒക്കെ നിൽക്കുന്നത്. അതിൽ ആക്ച്വലി നെഹ്റു ഇസ് വെയറിങ് അലീജിയൻസ് ടു ദ കിങ്. അതാണ് ആ ഫങ്ഷൻ. ആക്ച്വലി ആ സെയിം സിറ്റുവേഷനാണ് അന്ന് പറഞ്ഞത്. അന്ന് എന്തായാലും അലീജിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇത് ചെയ്ത് കുറച്ച് നാൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ എന്തായാലും സിസ്റ്റംസൊക്കെ ഇവിടുത്തെ സിസ്റ്റംസൊക്കെ മാറ്റി. ഇവിടുത്തെ പഴയ സിസ്റ്റം ഇതല്ല. ഇപ്പോൾ കേരള അവകാശക്രമം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ, അതൊന്നും അല്ല, എല്ലാം മാറി. അത് കുറച്ചുകൂടെ ട്രെയിനിങ് അതിൽ കിട്ടിയേനെ, നമ്മുടെ കൺട്രി കുറച്ചുകൂടെ പ്രോഗ്രസ് ചെയ്തേനെ. ഇപ്പോൾ സിംഗപ്പൂറൊക്കെ ഡെവലപ്പ് ചെയ്ത രീതിയിൽ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടായിരുന്നേനെ എല്ലാവർക്കും. ഇന്ന് അത് ഫോളോ ചെയ്തിരുന്നെങ്കിൽ, ആ ഒരു സിസ്റ്റം അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത് ഒരു ഡീജനറേഷനാണ് അതിനുശേഷം. പോളിസീസ് എല്ലാം മാറ്റി. അപ്പോൾ ശങ്കരൻ നായരുടെ ഇപ്പോഴും ആ ബുക്ക് വായിച്ചാൽ അതിനകത്ത് ഈ ഫ്യൂച്ചറിനെ ഫോർട്ടൽ ചെയ്യുന്ന പോലെയാണ് ഏതാണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ഇങ്ങനെ ആവും എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ ചെയ്തുമില്ല, അതുപോലെ തന്നെ ഭവിച്ചു ഇപ്പോൾ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഈ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുണ്ടായ ആ വലിയൊരു ദേശീയ പ്രസ്ഥാനത്തിലെ ബഹുജന മുന്നേറ്റം, ആ ബഹുജന മുന്നേറ്റത്തിൻ്റെ പ്രവാഹത്തിൽ ശങ്കരൻ നായരുടെ യുക്തിയും രാഷ്ട്രീയ നീതിബോധവും ഒക്കെ അടങ്ങുന്ന ആ വാദഗതികളെല്ലാം തൽക്കാലത്തേക്ക് മേഘങ്ങൾ വന്ന് മറയ്ക്കപ്പെട്ട ആ സൂര്യനെ പോലെ മറഞ്ഞു പോവുകയും
എന്നാൽ 42 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പിന്തുടർന്നത് ഗാന്ധിയൻ രീതികളല്ല, നേരെ മറിച്ച് ഈ 1920 മുമ്പുള്ള പ്രീ ഗാന്ധിയന്മാർ, ശങ്കരൻ നായർ അടക്കമുള്ളവർ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ഇത് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയി. റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഡെമോക്രസി, അതായത് ഒരു റെസ്പോൺസിബിലിറ്റിയും ഇറ്റ്സ് നോട്ട് ആസ്ക്ഡ് ടു ദ സിറ്റിസൺ, ദർ ആർ നോ ഡ്യൂട്ടീസ്. വേറെ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഇവിടുത്തെ വേദോക്തമായ സിസ്റ്റം എന്ന് പറയുന്നത് വി ഹാവ് ഡ്യൂട്ടീസ് ആസ് എൻ ഇൻഡിവിജ്വൽ, റൈറ്റ്സ് അല്ല ഇമ്പോർട്ടൻറ്റ്. ദ ഇൻഡിവിജ്വൽ ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഹി സെർവ്സ് എ പർപ്പസ് ടു ദ കളക്റ്റീവ്. നേരെ ഓപ്പോസിറ്റാണ്. നൗ ഇറ്റ് ഇസ് സെൽഫിഷ്നെസ്. സി, ഇൻഡിവിജ്വൽ ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് he is supreme, his ego is supreme. ആ ഒരു സിസ്റ്റമാണ് കൊണ്ടുവന്നത്. അത് ഈ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ് ഇവിടെ. അതിനെതിരെയൊക്കെ പ്രവർത്തിച്ച ആളായിട്ട് വേണം ശങ്കരൻ നായർ കൺസിഡർ ചെയ്യാൻ. ആ ഒരു അന്നത്തെ ഓൾഡ് ഫാഷൻഡ് എലീറ്റ് എന്ന് പറഞ്ഞ് ഒതുക്കാൻ പാടില്ല. ഹി വാസ് വെരി മച്ച് ആ ജനങ്ങളുടെ പൾസും ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ ഷിഫ്റ്റ്സും എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, അത് ഈ ബുക്സ് വായിച്ചാൽ തന്നെ അറിയാം, അത് വളരെ ഫോർട്ടൽ ചെയ്ത ഒരു മനുഷ്യനാണ്. ആ ഒരു സിസ്റ്റം മാറി നമ്മുടേതുമല്ല അവരുടേതുമല്ല, അതൊരു ഹൈബ്രിഡ് സിസ്റ്റം. വേറെ സം പീപ്പിൾ ബെനിഫിറ്റ് ആൻഡ് അതേഴ്സ് ഡോണ്ട്. ഒരു കളക്റ്റീവ് ബെനിഫിറ്റ് ഒന്നുമില്ല. ഇപ്പോൾ പൊല്യൂഷൻ, റോഡിലാണെങ്കിൽ ചവറ് ആണെങ്കിൽ, നദികളാണെങ്കിൽ അതുപോലെ മാലിന്യം, എല്ലാം ആ ഒരു സിറ്റുവേഷനായി വന്നിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ ഒരു തലയുയർത്തി നടന്ന് ഒരു ഈസി ആയിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ത്രോട്ട് ചെയ്താലേ ഇവിടെ ജീവിക്കാൻ നോക്കുള്ളൂ. ആ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് ചില ആൾക്കാർ അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്നു. ആ ഒരു കാലഘട്ടം തന്നെ എൻറ്റയർലി ചോക്ക് ആൻഡ് ചീസ് ഡിഫറൻസ് ഉണ്ട് ഇപ്പോഴത്തെ അന്നത്തെ സംഗതികളെ പറ്റി. അപ്പം അന്ന് തന്നെ ഒരു എക്സ്ട്രോർഡിനറി മാനാണ് ആ ഒരു പീരീഡിൽ തന്നെ. അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് പറഞ്ഞാൽ കൂടി മനസ്സിലാവില്ല, കുറേ പ്രിലിമിനറി വേണം അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും. നമുക്ക് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെയൊക്കെ കുറച്ചെങ്കിലും അതിൻ്റെ ഒരു 20% ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എന്തുമാത്രം ചേഞ്ചസ് ഇവിടെ ഉണ്ടാവും എന്ന് ആലോചിക്കണം നമ്മൾ. തുടർന്ന് വന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും ശങ്കരൻ നായരെ കൂടി പങ്കെടുപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ നടന്നു. പക്ഷേ അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോക്കിൽ ദുഃഖിതനായ ശങ്കരൻ നായർ അതിന് വിസമ്മതിച്ചു. ഇന്ത്യൻ ദേശീയതയുടെ ശവസംസ്കാരത്തിൽ സഹായിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വർദ്ധിച്ചു വരുന്ന വർഗീയത ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും അകറ്റും. ന്യൂനപക്ഷ വർഗീയതയുടെ കുത്തൊഴുക്കിൽ ഭൂരിപക്ഷ വർഗീയത കരുത്തു നേടും. അതാവട്ടെ അത്യന്തം അപകടകരമാവുകയും ചെയ്യും. കാലം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യമാക്കുന്നത് നമ്മൾ ഇന്ന് അനുഭവിച്ചറിയുന്നു. 32 മറ്റോ അല്ലെങ്കിൽ 30 നടന്ന ഒരു ഹിന്ദു മഹാസഭയുടെ മീറ്റിങ്ങിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ഈ അത് പലരും ഇപ്പോൾ അത് വലിയൊരു പാതകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഈ 1937 വരെ ഹിന്ദു മഹാസഭയിൽ അംഗങ്ങൾക്ക്, കോൺഗ്രസ്സിലെ അംഗങ്ങൾക്ക് ഹിന്ദു മഹാസഭയിലും അംഗമാകാമായിരുന്നു. ഇത് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന മദൻ മോഹൻ മാളവിയൊക്കെയാണ് ഹിന്ദു മഹാസഭയുടെ ആൾ. 37 നേതാജി സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് ഹിന്ദു മഹാസഭയിലോ ലീഗിലോ ഒരു ഭാരവാഹിത്വമുള്ളവർക്ക് അല്ല കോൺഗ്രസ്സുകാർക്ക് ഇതിൽ ഭാരവാഹിത്വവും പാടില്ല, ഭാരവാഹിത്വം ഉള്ളവരെ കോൺഗ്രസ്സിൽ അംഗത്വവും കൊടുക്കരുത് എന്ന തീരുമാനം 37 വന്നിട്ടുള്ളൂ. രാജേന്ദ്ര പ്രസാദ്, മദൻ മോഹൻ മാളവിയ, ആനി ബസന്റ്, അങ്ങനെ ഒരുപാട് പേര് അതിൽ പ്രവർത്തിച്ചവരാണ്. ഡ്യുവൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അത് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ലാത്ത ആളുകളാണ് ഇതൊരു ശങ്കരൻ നായർ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായി എന്ന് വരെ പറയുന്നു. അധ്യക്ഷന്മാരുടെ ലിസ്റ്റിലൊന്നും ശങ്കരൻ നായരുടെ പേരില്ല. ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. തൻ്റെ സംഭവബഹുലമായ ജീവിതത്തിൻ്റെ അവസാനത്തെ വേനൽക്കാലം അദ്ദേഹം തൻ്റെ ഇളയ മകൾ അനുജിയുടെയും അവരുടെ ഭർത്താവ് KPS മേനോൻ്റെയും കൂടെ സിലോണിൽ ചിലവഴിച്ചു. KPS മേനോനോടൊപ്പം സിലോണിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹം ബുദ്ധമതത്തോട് വലിയ കമ്പമുണ്ടായി. എന്നിട്ട് അദ്ദേഹം ബുദ്ധമതത്തിൽ അടിസ്ഥാന കൃതികൾ പലതും പാലി ഭാഷയിലാണ്. അപ്പോൾ അത് ഒറിജിനലായി പഠിക്കാൻ വേണ്ടി ബുദ്ധ സന്യാസിമാരെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം പാലി പഠിച്ചു. 76 വയസ്സിലും അദ്ദേഹം അരോഗദൃഢഗാത്രനായിരുന്നു. 1934 മാർച്ചിൽ മദനപ്പള്ളിയിൽ താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ 3ാമത്തെ മകളുടെ ഭർത്താവ് MA കാൻഡത്ത് മരണപ്പെട്ടു. വിവരമറിഞ്ഞ് അങ്ങോട്ട് പുറപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാർ ഒരപകടത്തിൽപ്പെട്ടു മറിയുകയും അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു.
അതോടെ സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട് ശയ്യാവലംബിയായി. ഒരു മാസത്തിനു ശേഷം 1934 ഏപ്രിൽ 24 മദ്രാസിലെ ലിൻവുഡ് ലെയ്നിൽ താമസിച്ചിരുന്ന മൂത്തമകൾ ലേഡി മാധവൻ നായരുടെ സ്പ്രിംഗ് ഗാർഡൻസ് എന്ന വീട്ടിൽ വെച്ച് തൊട്ടടുത്ത മുറിയിൽ നടന്നുകൊണ്ടിരുന്ന വേദമന്ത്രോച്ചാരണങ്ങൾ കേട്ടുകൊണ്ട് അദ്ദേഹം ശരീരമുപേക്ഷിച്ചു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും രാഷ്ട്രത്തലവന്മാരും നേതാക്കളും സ്വാതന്ത്ര്യസമര നായകന്മാരുമൊക്കെ അനുശോചനങ്ങൾ അറിയിച്ചു. ഗാന്ധിജിയും ശങ്കരൻ നായരെ ബഹുമാനപുരസ്സരം അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചിക്കുകയും ചെയ്തു. ശങ്കരൻ നായരുടെ ഭൗതിക ശരീരം മദ്രാസിൽ നിന്നും ജന്മനാടായ മങ്കരയിലേക്ക് എത്തിച്ചു. ഏപ്രിൽ 26 അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ നിളയുടെ വടക്കേക്കരയിലുള്ള അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പഞ്ചഭൂതങ്ങളിൽ ലയിച്ച അതേ സ്ഥലത്തു തന്നെ അദ്ദേഹത്തിൻ്റെയും ചിതയുമൊരുങ്ങി. ശങ്കരൻ നായരുടെ ഏകപുത്രൻ പാലാട്ട് രാമുണ്ണിമേനോൻ എന്ന RM പാലാട്ട് തൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് നിർമ്മിച്ച ഒരു കീർത്തി സ്മാരകം ഇന്നും ആ പറമ്പിൽ കാണാം. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ മഷിയിട്ട് നോക്കിയാൽ കാണാത്ത അഭിപ്രായ സ്ഥിരതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പറയുന്നതിൽ അദ്ദേഹം ഉറച്ചുനിന്നു. പറഞ്ഞത് പ്രവർത്തിച്ചു. മുഖസ്തുതി പറഞ്ഞില്ല, ആരെയും പ്രീണിപ്പിച്ചുമില്ല. രാജ്യസ്നേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. മനസാക്ഷിയെ അദ്ദേഹം പണയം വെച്ചില്ല. അതിൽ നിന്നുണ്ടായ നഷ്ടങ്ങൾ ഗൗനിച്ചുമില്ല. ദേശീയ പ്രസ്ഥാനത്തിനുള്ളിൽ ഒരു ഭരണഘടനാവാദിയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണഘടനാ സജ്ജീകരണത്തിനുള്ളിൽ ഒരു ദേശീയവാദിയുമായിരുന്നു ശങ്കരൻ നായരെന്ന് പ്രൊഫസർ MGS നാരായണൻ സുവ്യക്തമായി നിരീക്ഷിച്ചിട്ടുണ്ട്. ദീർഘവീക്ഷണവും രാജ്യസ്നേഹവും അടിസ്ഥാനമാക്കി അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ഒട്ടേറെ ശത്രുക്കളെ സൃഷ്ടിച്ചു. ഫലം ചരിത്രം എഴുതിയവരും ചരിത്രത്തിനൊപ്പം നടന്നവരും ചരിത്രം സൃഷ്ടിച്ചവരും അദ്ദേഹത്തെ തമസ്കരിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആധുനിക കാലത്തെ ജീവചരിത്രകാരനായ ഡോക്ടർ അനിൽകുമാർ വടവാതൂർ എഴുതിയിട്ടുള്ളത്. നിളയുടെ തീരത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്മൃതി മണ്ഡപം സുഹൃത്തുക്കളോടൊക്കെ കൂടെ പോയിട്ട് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതൊരു ചരിത്ര സ്മാരകമാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പല രാഷ്ട്രീയ നേതാക്കന്മാരെയും കാലാകാലങ്ങളിൽ ചെന്ന് കണ്ടിരുന്നു. അത് ജില്ലാ തലത്തിലെ നേതാക്കളായാലും ശരി, MLA ആയാലും ശരി, MP ആയാലും ശരി, സംസ്ഥാന തലത്തിലെ നേതാക്കളായാലും ശരി, വർഷങ്ങളോളം അതിൻ്റെ പുറകിൽ നടന്നു. അതൊരു ചരിത്ര സ്മാരകമാക്കാൻ പറ്റുമോ, അവിടത്തേക്കുള്ള റോഡ് ഒന്ന് നന്നാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും വാഗ്ദാനങ്ങൾ മാത്രം തന്നിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. ഒരു പ്രതിമ പോലും പാലക്കാട് ജില്ലയിൽ പോലുമില്ല. നമ്മുടെ നിയമസഭയുടെ മുന്നിൽ, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ചിത്രവും ഒക്കെ വയ്ക്കേണ്ടതല്ലേ? കാരണം ഗാന്ധിജിക്ക് പോലും പാർലമെൻ്ററി ജനാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ പാർലമെൻ്ററി വ്യവസ്ഥയെ അതിനകത്ത് കടന്നുകൂടി അട്ടിമറിക്കണം എന്ന് പറഞ്ഞവരുടെ വേണ്ടി ശ്രമിച്ചവരുടെ പോലും ചിത്രങ്ങളും പ്രതിമകളുമൊക്കെ പാർലമെൻറ്റിലും നിയമനിർമ്മാണ സഭകളുടെ മുന്നിലുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിന് വേണ്ടി, ഇന്നത്തെ ഭരണവ്യവസ്ഥയ്ക്ക് വേണ്ടി ശ്രമിച്ച ശങ്കരൻ നായരുടെ ഒരു ചിത്രമോ ഒരു പ്രതിമയോ എവിടെയുമില്ല. യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ഗോഖലെയോടൊപ്പം സുരേന്ദ്രനാഥ് ബാനർജിയോടൊപ്പം അതേ പ്രാധാന്യത്തിൽ വയ്ക്കേണ്ട ഒരു ചിത്രമാണ് ശങ്കരൻ നായരുടേത്. അപ്പോൾ ഒരു പേർപ്പസ്ഫുള്ളായിട്ട് അദ്ദേഹത്തിന് ഇറേസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ആ ഒരു ഇതൊക്കെ പഠിച്ചാലും നമ്മൾ ആൾക്കാർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഡോസൈലായിട്ട് ബിഹേവ് ചെയ്യില്ല, ഇതുപോലെ മുദ്രാവാക്യം വിളിക്കാൻ പോവില്ല, പൈസയ്ക്കാണ് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ലെവൽ ഓഫ് ഓണറൊന്നും ആർക്കും ഇല്ല. സത്യങ്ങളുടെ കൂടെ ശരികളുടെ കൂടെ നിൽക്കുക, ജയിച്ചാലും തോറ്റാലും നിൽക്കുക, ഇത് ശങ്കരൻ നായരുടെ ഒരു രീതിയാണ്. ഒരു സെക്യൂർ ബേസിസ് ഉള്ള ആളാണ്, ഓൾഡ് ഫാഷൻ പേഴ്സൺ ഫ്രം എൻ ഓൾഡ് ഫാമിലി. ആ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ആളാണ്. എവിടെ പോയും സത്യം പറയാനുള്ള ഇതുണ്ട്. വളരെ നിഷ്പക്ഷമായിട്ട് സത്യം പറയും. ബ്രിട്ടീഷുകാർ ഇവിടെ ചെയ്ത നല്ല കാര്യവും പറയും, അവർ ചെയ്ത കാര്യങ്ങളും പറയും. അപ്പോൾ ആ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ റെസ്പെക്റ്റും ചെയ്തു. ഒരു ഭാഗത്ത് ശങ്കരൻ നായർ കോൺഗ്രസ്സുകാർ, ബ്രിട്ടീഷുകാരുടെ മുന്നിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. ദേശീയവാദികളുടെ മുന്നിൽ അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് രണ്ടും ഭാഗത്തുനിന്നും സമ്മർദ്ദങ്ങളുണ്ടായപ്പോഴും തൻ്റെ ശരികളുടെ കൂടെ ആ സംശയങ്ങളൊന്നുമില്ലാതെ തൻ്റെ മാർഗത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. ഇവിടെ ജനിച്ച് വളർന്ന ശങ്കരൻ നായർ, അപ്പോൾ പീപ്പിൾ തോട്ട് ഹി വാസ് എ ബാരിസ്റ്റർ ട്രെയിൻഡ് ഇൻ ഇംഗ്ലണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈം. എല്ലാവരും ശങ്കരൻ നായരെ വിചാരിച്ചു. എന്നാൽ ഇവിടെ എൻറ്റയർലി ജനിച്ച് ഇവിടെ മങ്കരയിലും ഗുരുവായൂരും ഒക്കെ ഇരുന്ന ഒരാളാണ്. ഹി ന്യൂ ദ സിസ്റ്റം ഹിയർ, ഹി ലേൺഡ് ഇംഗ്ലീഷ് ഓൾസോ. അപ്പോൾ എവിടെ പോയാലും ഹി കുഡ് ഹോൾഡ് ഹിസ് ഓൺ ആൻഡ് ബിഹേവ് ലൈക്ക് ഇൻ ഇന്ത്യൻ ആൻഡ് ബിഹേവ് ലൈക്ക് വാട്ട് ഹി വാസ് ബ്രോട്ട് അപ്പ്. അല്ലാതെ വേറെ ഒരു എക്സ്റ്റേണൽ അക്കൂട്ട്മെൻറ്റ്സ് ഒന്നുമില്ല. മലയാളം നന്നായിട്ട് സംസാരിക്കും, സംസ്കൃതം അറിയാം, ഇംഗ്ലീഷ് അറിയാം. ഒരു സുബ്രഹ്മണ്യ ഉപാസകനായിരുന്നു.
കാര്യമായിട്ട്. ഇവിടുത്തെ ഉപാസനാക്രമം എല്ലാം അറിയാവുന്ന ഒരാളായിരുന്നു. എന്നാൽ ബക്കിംഗ്ഹാം പാലസിൽ പോയി കിങ്ങിൻ്റെ അടുത്ത് സംസാരിക്കാനും അറിയാം. അപ്പോൾ അതുപോലെയല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആ ഒരു ലെവൽ ഓഫ് ലീഡർഷിപ്പ് അവർ ദേ ക്രിയേറ്റ് ദെയർ ഓൺ ഹിസ്റ്ററി സോ ദാറ്റ് ദേ ക്യാൻ പെർപെച്യുവേറ്റ് ദംസെൽവ്സ് ആൻഡ് എയർ ബ്രഷ് പീപ്പിൾ ഹു ആർ ഇൻഡിപെൻഡൻറ്റ് ഹു ഹാഡ് ദ ഗട്ട്സ് ടു സ്പീക്ക് ദ ട്രൂത്ത് ആൻഡ് സോ ഓൺ. ദാറ്റ് ഇസ് വാട്ട്സ് ഹാപ്പൻഡ്. അതൊരു ഭാവിയിലേക്ക് ഒരു സന്ദേശം ശങ്കരൻ നായരിൽ നമ്മൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊന്ന് ശരിയാണെന്ന് തോന്നുന്നു അതനുസരിച്ച് നിൽക്കുക. ഫലപ്രാപ്തിക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യരുത്. നിങ്ങളുടെ മനസാക്ഷിക്ക് വേണ്ടി നിങ്ങൾ എന്നും പ്രവർത്തിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശം. കാരണം എത്രയോ ഉന്നത പദവികളിൽ ഇരിക്കുകയും അതെല്ലാം അവനവൻ്റെ വിശ്വാസ പ്രമാണത്തിനെ അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കുകയും ചെയ്ത് എന്നിട്ടും ചരിത്രത്തിൽ സ്ഥലം നേടിയ ഒരു മഹാമനുഷ്യൻ നമുക്ക് ബാക്കി വെച്ച ഒരു സന്ദേശം ഇത് മാത്രമാണ്.